ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇത് ഞങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികൾക്ക് വേണ്ടി ഒരുക്കുന്ന സമയമാണ്. ഇന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. ഇന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കും. യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ യേശുവേ. സകല മഹത്വവും കർത്താവേ അങ്ങേക്കുള്ളതാണപ്പ. അങ്ങയുടെ പ്രവർത്തിക്കായിട്ട് ഞങ്ങളെ തന്നെ ഒരുക്കുന്നപ്പ, ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നപ്പ യേശുവേ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇത് നന്ദിയോടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എന്ന് വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിന് രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് വലിയ പ്രവൃത്തിയാണ്. വൻ കാര്യങ്ങളാൽ കർത്താവ് നിറയ്ക്കും. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഉറപ്പിക്കുക തന്നെ ചെയ്യും. ഇത് കർത്താവിലുള്ള ദൈവത്തിൻ്റെ സമയമാണ്. നമുക്ക് വേണ്ടി കർത്താവ് വലിയ പ്രവൃത്തികളെ ഇന്ന് ചെയ്യും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മളിലൂടെ അടയാളങ്ങൾ നടക്കും. നമ്മളിലൂടെ ദൈവപ്രവൃത്തികൾ നടക്കുക തന്നെ ചെയ്യും. ആമേൻ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം ധ്യാനിച്ചു വരുന്നത് പ്രത്യേകിച്ച് മർക്കോസ് ലീഹായുടെ സുവിശേഷമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നത്. മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്തുനിന്നും നമ്മൾ ആഴമായ കാര്യങ്ങളെ പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. വേഗത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. നമുക്ക് ഈ മാസം എവിടെയൊക്കെയാ പ്രാർത്ഥന എന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏതൊക്കെ സ്ഥലത്താണ്, ഏതൊക്കെ ദിവസങ്ങളിലാണ് അന്യഭാഷാ പ്രാർത്ഥനയും വിടുതൽ മീറ്റിംഗ്? ആമേൻ. നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനയും ദൈവികമായിട്ടുള്ള വിടുതൽ ശുശ്രൂഷയും പ്രവചന ശുശ്രൂഷയും രോഗസൗഖ്യ ശുശ്രൂഷയും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നു. അപ്പോൾ അത് 24-ാം തീയതി കൊല്ലത്തും 28-ാം തീയതി കോട്ടയത്തുമാണ്. കൊല്ലത്ത് പഞ്ചായത്ത് ഹാളിലാണ്, ജയൻ മെമ്മോറിയൽ പഞ്ചായത്ത് ഹാൾ. കോട്ടയത്ത് ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രം കളത്തിപ്പടിയിലാണ്. ആ റോഡിലേക്ക് നിങ്ങൾ വരിക. കോട്ടയത്തുള്ളവർക്കും എല്ലാം അവിടെ വരാൻ കഴിയും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അന്യഭാഷയിൽ നമുക്ക് പ്രാപിക്കാം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ നമുക്ക് അനുഭവിക്കുവാൻ ദൈവം ഒരുക്കുന്ന അവസരമാണ്. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. വൻ കാര്യങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മുടെ കൂടെയുണ്ടല്ലോ. യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കൂടെയുണ്ടല്ലോ. നമുക്ക് ദൈവത്തെ വാഴ്ത്താം, ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് ലീഹായുടെ സുവിശേഷം നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ തന്നെ മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്ത് അവിടെ കൊടുത്തിരിക്കുന്ന ചില വാക്കുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മർക്കോസ് ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ഇത് തന്നെ ലൂക്കോസിലും മത്തായിലും ഒക്കെ ഒരേ വാക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, യേശുക്രിസ്തു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാനെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നു. നോക്കിക്കേ. അപ്പൊ യേശുക്രിസ്തു ഇവിടെ ഒരു വാക്ക് ഉപയോഗിക്കുന്നു. ഞാൻ ദീനമുള്ളവർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അതായത് ഗുഡ് ഫിസിഷ്യൻ എന്ന് യേശു പറയുന്നുണ്ട്. ഞാൻ നല്ല വൈദ്യൻ. അവൻ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെ ഒരു പദം ഉപയോഗിക്കുവാൻ കാരണം? സൗഖ്യം നമുക്കറിയാം. സൗഖ്യം മാത്രമല്ല, വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു സ്പിരിച്വൽ ഐസ് നമുക്ക് ലഭിക്കുന്നു. ഒരു വിശ്വാസിക്ക് ആത്മീയ കണ്ണുണ്ട്. ആത്മീയ കണ്ണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ആത്മീയ കണ്ണെന്ന് പറഞ്ഞാട്ടെ. കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നു, ആത്മീയൻ സകലത്തെ വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ആമേൻ. അപ്പൊ ആത്മീയന്റെ പ്രത്യേകത, സകലരെയും വിവേചിക്കുവാൻ കഴിയും, അവൻ ആരാലും വിവേചിക്കപ്പെടുവാൻ കഴിയത്തില്ല. അപ്പം
യേശുക്രിസ്തു പറയുന്നത് ദീനക്കാർ, അതായത് രോഗികൾക്ക്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. നോക്കി, അപ്പൊ ഇവിടെ യേശുക്രിസ്തു ആ ഒരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്, ഞാനൊരു ഫിസിഷ്യനാണ്, ഞാനൊരു വൈദ്യനാണ്. നമുക്ക് തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ എന്തുകൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞതിൻ്റെ ആശയത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്ക് അവിടെ കാണാൻ പറ്റും, ഒരു രോഗിയായ ഒരു മനുഷ്യനെ, ഒരു പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ. അതിൻ്റെ തൊട്ടുമുള്ളത്തെ വാക്ക് ഞാൻ പറയാം. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരുടെ മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരും പരീശന്മാരും ഇരുന്നുകൊണ്ട് അവരിങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ഒരുവൻ ദൈവമല്ലാതെ ഒരുവന് പാപങ്ങളെ മോചിപ്പിക്കുവാൻ കഴിയില്ല എന്നവർ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു മനസ്സിൽ ഗ്രഹിച്ചിട്ട് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് പാപങ്ങളെ മോചിക്കേണ്ടതിന് മോചിച്ചു തരുന്നത് എന്നോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്നതെന്നോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഈ പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് നടന്നു. നോക്കിക്കേ, ഈ വാക്ക് കണ്ടോ? ഉടനെ അവൻ എഴുന്നേറ്റ് നടന്നു. അപ്പൊ എന്താണ് നമ്മൾ കാണുന്ന? ഇത്രയേ ഉള്ളൂ. യേശു അവനോട് പറയുന്നു, ഈ 11ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. നോക്കിക്കേ, കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞ ഉടനെ എന്ത് സംഭവിച്ചു? ആ മനുഷ്യൻ കിടക്കയെടുത്ത് നടന്നു. ആമേൻ. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിന്റെ തൊട്ടുമുകളിലത്തെ വാക്യത്തിൽ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ പാപങ്ങൾ മോചിപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഈ പാപമോചനം നടന്നപ്പം രോഗസൗഖ്യം നടന്നു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പാപമോചനം നടന്നപ്പം രോഗസൗഖ്യം നടന്നു പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, ഈ കിടപ്പ് രോഗി ഇത്രയും നാളും മരുന്ന് കഴിച്ചിട്ടും, ഇത്രയും നാളും വൈദ്യന്മാരുടെ അടുക്കൽ പോയി ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും, ഇത്രയും ചികിത്സ നടത്തിയിട്ടും അവനൊരു മാറ്റം വന്നില്ല. അതിന്റെ അർത്ഥം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അവന്റെ പാപങ്ങൾ അവന്റെ പാപമാണ് കാരണം. എന്നാൽ ഞാൻ കുറച്ചും കൂടെ ആഴത്തിൽ പറയാം, ഇത് രോഗമല്ലായിരുന്നു, അതാണ് മരുന്ന് കഴിച്ചിട്ട് മാറാഞ്ഞത്. കണ്ടോ? ഇത് രോഗമായിരുന്നുവെങ്കിൽ മരുന്ന് കഴിച്ച് അവിടെ മാറിയേനെ. പക്ഷെ യേശു വന്ന് അവന്റെ പാപം മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ അവനോട് യേശു പറഞ്ഞു കിടക്ക എടുത്ത് നടക്കാന്ന് പറഞ്ഞ ഉടനെ, നിങ്ങളെ വാക്ക് കണ്ടോ? പക്ഷപാതക്കാരുടെ കിടക്കയെടുത്ത് നടക്കാന്നുള്ളത് മാത്രം കണ്ടത്. എന്നാൽ എന്നിട്ട് യേശു താഴേക്ക് വന്നിട്ട് പറയുന്നു, ഞാൻ നല്ല വൈദ്യൻ. കണ്ടോ? അപ്പൊ യേശുവിന് അറിയാം ഇതിന്റെ കാരണം ശ്രദ്ധിച്ചോണേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാരണങ്ങളെ കണ്ടു പ്രാർത്ഥിക്കുന്നവരാകണം. ശ്രദ്ധിച്ച്, ഒരു സാധാരണ പ്രാർത്ഥനയിൽ നിന്നും ആത്മീയമായൊരു യുദ്ധത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തൊരു ചേഞ്ച് വരുത്തണം. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കാണുന്ന പല വിഷയങ്ങൾക്കകത്തും പുറകിലൊരു കാരണമുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പല വിഷയത്തിന്റെ പുറകിലൊരു കാരണമുണ്ടെന്ന് പറ. അപ്പൊ നിങ്ങൾ ആ വിഷയത്തെ പ്രതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ? ഈ പക്ഷപാതക്കാരുടെ അടുക്ക പോയിട്ട് ഇപ്പൊ നമ്മളാണ് എന്ത് ചെയ്തത്? പക്ഷപാതക്കാരോട് പറയും നിന്റെ രോഗം മാറട്ടെ. പക്ഷെ രോഗം മാറുന്നില്ല. രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, നമുക്കറിയാം, പലയിടങ്ങളിലും രോഗശക്തിയുണ്ട്. വെള്ളത്തിലും തീയിലും ഉന്തിയിടാൻ നടക്കുന്ന ഒരു രോഗാത്മാവിന് നമുക്ക് അവിടെ കാണാൻ പറ്റിയ വാക്യം. ഊമനായ ഒരു ചെറുപ്പക്കാരനെയായിട്ടൊരു പിതാവ് വരുന്ന രംഗമുണ്ട്. ആ രംഗത്തിന്റെ അകത്ത് പറഞ്ഞു, കർത്താവ് നിന്റെ ശിഷ്യന്മാരെ കൊണ്ട് നോക്കിയിട്ട് കഴിഞ്ഞില്ല, കഴിയുമെങ്കിൽ നിന്നാൽ കഴിയുമെങ്കിൽ ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ യേശുവിന്റെ മറുപടി, എന്നാൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമെന്ന് പറഞ്ഞു. ഉടനെ അവന്റെ മേൽ നിന്നുള്ള ദുരാത്മാവിനെ യേശു ശാസിച്ചു. ഉടനെ ഊമനും ചെകിടനുമായ ദുരാത്മാവ് ആ മനുഷ്യനെ വിട്ടുപോയി. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അപ്പൊ ആ പിതാവ് വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക മകൻ സൗഖ്യമാകാൻ വേണ്ടി. വർഷങ്ങളായിട്ട് ഈ മകന്റെ സൗഖ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുവാണ്? ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലയിടങ്ങളിലും പോയിട്ട് കൊച്ചിന്റെ രോഗം മാറുന്നില്ല. ചന്ദ്രരോഗമാണ്, ഈ ചുഴലി രോഗം പോലത്തെ ഒരു അസുഖമാണ്. അപ്പൊ എത്ര ട്രീറ്റ്മെന്റ് എടുത്തിട്ടും എന്റെ രോഗം മാറുന്നില്ല. എന്നാൽ യേശുക്രിസ്തു വന്നിട്ട് പറയുന്നു, ഊമനും ചെകിടനുമായ ദുരാത്മാവേ, അവന്റെ മേലിൽ നിന്നും ആ ദുരാത്മാവിനെ അഴിച്ചു വിട്ടപ്പോൾ
എന്തു സംഭവിച്ചു? ഉടനടി ആ ചെറുപ്പക്കാരൻ സൗഖ്യമായി. ആമേ. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ കാരണങ്ങളെ അല്ലെങ്കിലോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചേ, ഇവിടെയാണ് ആത്മീയ തലത്തിൽ നമ്മൾ വളരേണ്ടത്. വിശ്വാസി പലപ്പോഴും നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നത്, ഞാൻ ഒന്ന് രണ്ട് ഓർമ്മയിൽ വരുന്ന സാക്ഷ്യം എനിക്ക് മിനിഞ്ഞാന്നുണ്ട് സഹോദരി പറഞ്ഞത്, ആ മകൻ്റെ ഏതോ ഒരു വിഷയം ദൈവാത്മാവ് ഒരു കാര്യം വെളിപ്പെട്ട് കുറേ നാളുകളായിട്ട് അവർ യാത്ര ചെയ്യാൻ വേണ്ടി, എനിക്കൊന്ന് 5-6 മാസം മുമ്പ് കേട്ടത്, യാത്ര ചെയ്യാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ട് വിസ റെഡിയാകുന്നില്ല, മൊത്തം ബ്ലോക്ക്, എല്ലായിടത്തും തടസ്സം, എന്ത് ചെയ്തിട്ടും അത് മാറുന്നില്ല. ഒരു ദിവസം പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പേര് വെളിപ്പെടുത്തി. ആ ചെറുപ്പക്കാരന്റെ പേരോ അവന്റെ എന്തോ കാര്യങ്ങളൊക്കെ ദൈവാത്മാവ് വെളിപ്പെടുത്തി. അവന്റെ കാര്യങ്ങളെ കർത്താവ് എന്ത് ചെയ്തു? വെളിപ്പെടുത്തൊട്ടു. അതിനുശേഷം പിറ്റേ മാസം നമ്മൾ കേട്ടു അവന് വേണ്ടി എന്ത് ചെയ്തൊരു വിസ വേഗത്തിൽ റെഡിയായി. അപ്പം ഇത്രയും നാളും യാത്ര എന്നാ നടക്കാഞ്ഞത്? യാത്ര റെഡിയാകണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? അതിന്റെ പിന്നിലുണ്ടായിരുന്ന തടസ്സം മാറിയപ്പോൾ കണ്ടോ? അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു വിശ്വാസിയുടെ തലത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. ഈ നെക്സ്റ്റ് ലെവൽ ഏതാണ്? നമ്മളെ കാരണങ്ങളെ കണ്ട് തിരിച്ചറിഞ്ഞ് നോക്കിക്കേ. ഈ വാക്ക് കണ്ടോ? അവർ ശിഷ്യന്മാർക്കൽ വന്നാരെ പുരുഷാരം അവനെ ചുറ്റി നിൽക്കുന്നത് ശാസ്ത്രിമാരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്നവനെ വന്ദിച്ചു. അവനോട് നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാൽ അവനെ തള്ളിയിട്ടും അവനെ നുരച്ചും പല്ലി കടിച്ചും വരണ്ടുകൊണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവർ കഴിഞ്ഞില്ല. ആമേ. നോക്കിക്കേ, ഈ അപസ്മാരം പോലെ, ചന്ദ്രരോഗം എന്ന് പറഞ്ഞ രോഗം പോലെ ഒരു അസുഖത്താൽ അവർ ഭാരപ്പെടുക. ഇതിവനെ വിട്ട് പോകുന്നില്ല. യേശു അടുത്ത് വിളിച്ചിട്ട് നോക്കിയിട്ട് പറയാം, അവിശ്വാസം കോട്ടുള്ള തലമുറയെ ഞാൻ നിങ്ങളുടെ എത്ര കൂടെ നമ്മളിന്ന് കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നല്ലേ? അവർ അവനെ കൊണ്ടുവന്ന് ഉടനെ അവന്റെ ആത്മാവ് അവനിൽ നിന്ന് ഇഴച്ചു അവനെ നിലത്ത് വീണ് നുരച്ചിട്ട് അത് അവനിൽ സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവനോട് അപ്പനോട് ചോദിച്ചു. ചെറുപ്പം മുതലേ രോഗാത്മാവ് പിടിക്കപ്പെട്ട ഒരു വ്യക്തി. പിതാവിന് മനസ്സിലായി, കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ശിഷ്യന്മാർ പറഞ്ഞു കാണും അവന് ദുരാത്മാവുണ്ടെന്ന് പറഞ്ഞു കാണും. പക്ഷെ അവർക്ക് പുറത്താക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാളും അവന്റെ രോഗം മാറാൻ വേണ്ടി ട്രീറ്റ്മെന്റ് നടത്തി, മാറുന്നില്ല. രോഗത്തിന്റെ പിന്നിൽ വ്യാപരിച്ചൊരു രോഗാത്മാവ്. മത്തായിയുടെ സുവിശേഷം 17 ഉണ്ടല്ലേ? ആമേൻ. അപ്പൊ അവന് രോഗം മാറുന്നില്ല. എന്നാൽ യേശു അവനെ അടുത്ത് വിളിച്ചിട്ട് അവന്റെ മേലുള്ള ദുരാത്മാവിനെ ശാസിച്ചു. നിങ്ങൾ ആ വാക്കുകൊണ്ടോ? ഹല്ലേലൂയ. എന്നാൽ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവെ അവനെ വിട്ടുപോ, ഇവൽ കടക്കരുതെന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ അത് നിലവിളിച്ചു അവനെ വളരെ ഇഴച്ചു പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറയാൻ തക്കവണ്ണം അവൻ മരിച്ച നിലയിലായിപ്പോയി. യേശു കൈക്ക് പിടിച്ച് നിവർത്തി എഴുന്നേറ്റ് നോക്കി. യേശു അവന്റെ കൈക്ക് പിടിച്ചവനെ നിവർത്തി. കണ്ട, ചെറുപ്പക്കാരൻ വിടിവിക്കപ്പെട്ടു. അപ്പൊ എന്തായിരുന്നു കാരണം? രോഗമല്ല, രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി. അവൻ ഈ ശക്തിക്ക് മീതെയാണ് വിശ്വാസിക്ക് അധികാരമുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, പല ആളുകളും പഠിപ്പിക്കുന്ന ഒരു ദുരുപദേശം അതാണ്, നിങ്ങൾ കയറി പ്രാർത്ഥിച്ചാൽ അടി കിട്ടും, നിങ്ങൾ പോയി പ്രാർത്ഥിക്കരുത്, അതുകൊണ്ട് അടി കിട്ടും. കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞത്, എന്തിനു നിങ്ങൾ സംശയിച്ചു? വിശ്വസിക്കണം, എൻ്റെ അകത്ത് അധികാരമുണ്ട്. എൻ്റെ അകത്ത് അധികാരം. നോക്കിക്കേ, ഈ ദുരാത്മാവ് ഒരു വ്യക്തിയുടെ ശരീരത്തെ കീഴ്പ്പെടുത്തി അവനെ രോഗബന്ധനത്തിലാക്കി അവനെ വിഷയത്തിൻ്റെ അകത്തും അവനെ പല തടസ്സങ്ങൾ കൊണ്ടിട്ടിരിക്കുമ്പോൾ നമ്മൾ ആ തടസ്സം നോക്കിയാ പലപ്പോഴും പ്രാർത്ഥിക്കുന്നല്ലേ? അയ്യോ, ഭയങ്കര തടസ്സമാണ് ബ്രദറെ, ആ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തടസ്സമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നൊരു ശക്തി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അത്ഭുതം നടന്ന ഉടനെ യേശു പറഞ്ഞ വാക്കുകൊണ്ടോ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. മത്തായിൽ പറയുന്നു, ഞാൻ നല്ല വൈദ്യൻ. യേശു പറയുന്നു, കണ്ടോ, നല്ല വൈദ്യൻ. അപ്പൊ ഈ വൈദ്യനായ യേശുവിന്റെ പ്രത്യേകത എന്തുവാ?
ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിനെ ട്രീറ്റ്മെന്റ് നടത്തുവാൻ, അതിനെ പുറത്താക്കുവാൻ യേശുവിന്റെ അകത്ത് അധികാരമുണ്ട്. ഹല്ലേലൂയ. ഈ അധികാരം യേശുവിൽ വിശ്വസിക്കുന്നവരുടെ മേലുമുണ്ട്. ആമേൻ. അപ്പൊ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു പ്രശ്നത്തിലൂടെ നാം കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രശ്നം എത്ര ശ്രമിച്ചിട്ടും മാറുന്നില്ല, ആ പ്രശ്നം അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുന്നില്ല എങ്കിൽ ആത്മീയമായിട്ട് അതിനെ വിവേചിക്കണം. എന്തുകൊണ്ട്? ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി, അതിൻ്റെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം ചെയ്തു, എല്ലാ കാര്യങ്ങളും അച്ചട്ടായിട്ട് ചെയ്തു. പക്ഷെ എന്തുകൊണ്ട് അത് മാറുന്നില്ല? അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആത്മീയനെ പോലെ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഇത് രണ്ട് നോക്കിയേ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ നോക്കി, ഈ വാക്ക് കണ്ടോ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. യേശു ആ ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ആ ബാലൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 18 പറയുന്നു, ആ ചെറുപ്പക്കാരന് ആ സമയം മുതൽ സൗഖ്യം വന്നു. അപ്പൊ എന്തായിരുന്നു കാരണം? ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി, ഉടനെ അവിടെ സൗഖ്യം വന്നു. കണ്ടോ? അപ്പൊ എന്റെ ചോദ്യം, അത് രോഗമായിരുന്നു? അല്ല. അപ്പൊ രോഗമാന്ന് പറഞ്ഞുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മാറാതെ നിൽക്കുന്ന ഈ രോഗത്തെ യേശുവിന് മനസ്സിലായി, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തി. ഹല്ലേലൂയ. അപ്പൊ ശിഷ്യന്മാർ കർത്താവെ സ്വകാര്യമായിട്ട് ചോദിക്കുവാണേ, കർത്താവെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിഞ്ഞില്ല? യേശു അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം. കണ്ടോ? അല്പവിശ്വാസം. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഉപവാസ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞു, ഇന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കടുകുമണിയോളം വിശ്വാസം. ശ്രദ്ധിച്ചോണേ. ആദ്യം നിങ്ങൾ തിരിച്ചറിയണം, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ യേശുവിന്റെ കർത്തൃത്വം എൻ്റെ മേൽ വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ കേട്ടായിരുന്നു, 16-ാം അധ്യായത്തിൽ പറയുന്നു, ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും നമുക്ക് അധികാരമുണ്ട്. ആമേൻ. പക്ഷെ പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മളിൽ അത് വെളിപ്പെട്ട് വരാത്തത്? അതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ സ്പിരിച്വൽ സെൻസേഷൻ, ആത്മീയമായി വിവേചിക്കാഞ്ഞാൽ അതാണ് കൊരിന്ത്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീയ സ്ഥലത്ത് അവർ ആത്മീയമായി വിവേചിക്കാൻ ഇത് ഭോഷത്വമായി തോന്നും. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ നിസ്സാരമായി കളയുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ അകത്ത് പറയുന്ന ഒരു വാക്കാണത്, അല്ലെ? ആത്മീയമായിട്ട് അവർ വിവേചിച്ചില്ല. ആത്മീയമായിട്ട് അവർക്ക് വിവേചിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു? ആത്മീയമായിട്ട് നോക്കിയ വാക്കുകൊണ്ടോ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല നമുക്ക് നൽകിയത് അറിയുവാൻ നാം ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമായി തോന്നുന്നു. ആത്മീയമായി വിവേചിക്കാഞ്ഞാൽ, എന്റെ കൂടെ പറഞ്ഞ്, ആത്മീയമായിട്ട് വിവേചിക്കണമെന്ന് പറ. ആത്മീയമായിട്ട് വിവേചിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ആത്മീയമായിട്ട് വിവേചിക്കുവാൻ പഠിക്കണം. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മളൊരു സാധാരണ മനുഷ്യൻ കാണുന്നത് പോലെ കാണാതെ എന്തുകൊണ്ട് ആ വിഷയത്തിന്റെ അകത്തൊരു മാറ്റം ഉണ്ടാകുന്നില്ല? നമ്മളെ തന്നെ പരിശോധിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വചനം പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അതിൻ്റെ നമുക്ക് മാറ്റം കാണാം? അവിടെ എന്ത് സംഭവിക്കുന്നത്? പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം, ഇവിടെ തന്നെ ഉത്തരവുണ്ടേ, ഇപ്പൊ ദൈവാത്മാവിൻ്റെ ഒരു ഉപദേശമുണ്ട്, അത് ആർക്ക് കൈക്കൊള്ളാൻ പറ്റുന്നില്ല? പ്രാകൃത മനുഷ്യൻ, അതായത് ലോക മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. അതവന് ഭോഷത്വമാകുന്നുവെങ്കിൽ ആത്മീയമായിട്ട് വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിക്കാൻ കഴിയുന്നതുമില്ല.
ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. കണ്ടോ, വിവേചിക്കുക. വിവേചിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കൃപാവരമാണ്. 9 കൃപാവരത്തിൽ കൊടുത്തേക്കുന്നതാണ് ദ സ്പിരിറ്റ് ഓഫ് ഡിസേണിങ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഡിസേണിങ് സ്പിരിറ്റ്. വിവേചനത്തിന്റെ ആത്മാവ്. കണ്ടോ, വിവേചിക്കുവാനുള്ള കൃപ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വിവേചിക്കുവാനുള്ള കൃപ എന്ന് പറ. വിവേചിക്കാനുള്ള കൃപ. നമുക്ക് സ്പിരിച്വൽ സെൻസേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മരിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നന്നായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സ്പിരിച്വൽ സെൻസേഷനുകൾ വർക്ക് ചെയ്യും. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കണ്ണും മൂക്കും വായും എല്ലാം നന്നായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് ചെന്നു, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും അവിടെ വല്ലാത്തൊരു നാറ്റം ഭവിക്കുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചു. നിങ്ങൾ അവിടെ ഇരിക്കുക. നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ആളുകളെ നിങ്ങളെ ഇങ്ങനെ നോക്കുക. അപ്പൊ നിങ്ങളോർക്ക് എന്ത് പരിപാടിയാ, എല്ലാവരും എന്നെ നോക്കുന്നത്, നിങ്ങൾക്ക് മാത്രം ഒരു കുഴപ്പമില്ല, നിങ്ങൾ അവിടെ ഫ്രീ ആയിട്ടിരിക്കുന്നു. പക്ഷെ എല്ലാവരും നിങ്ങളെ നോക്കുന്നു, അതിശയിക്കുന്നു, എല്ലാം കളിയാക്കുന്നു, പരിഹസിക്കുന്നു. എന്തുവാ സംഭവം? കാരണം നിങ്ങളുടെ മൂക്ക് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങളുടെ മൂക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ പുറകിൽ ഭയങ്കര നാറ്റവാ, എന്തോ അവിടുന്ന് അളിഞ്ഞ് ചീഞ്ഞിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, മൂക്ക് വർക്ക് ചെയ്യുന്നില്ല. കോവിഡ് ടൈമിലൊക്കെ നമുക്ക് മനസ്സിലായല്ലേ, നമുക്ക് ചിലർക്ക് രുചി കിട്ടാതെ വന്നപ്പോൾ അല്ലേ, കോവിഡിന്റെ ടൈമിലൊക്കെ. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ സെൻസേഷൻ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളിരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ അകത്ത് എന്താ നടക്കും നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. കണ്ടോ? അപ്പൊ പ്രാർത്ഥിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഉപദേശം. ഓ ഹല്ലേലൂയ. അപ്പൊ നിങ്ങളൊരു വിഷയത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ, ഇപ്പൊ യേശുക്രിസ്തു വളരെ ഈസി ആയിട്ട് ചെയ്യുക. നോക്കിക്കേ, കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന ഊമനും ചെകിടനുമായ ദുരാത്മാവിനെ യേശുവിനെ കാണാൻ പറ്റി. ആ ദുരാത്മാവിനെ യേശു ശാസിച്ചു. ഉടനെ ആ ഭൂതം നോക്കി, ആ യേശു അവനെ ശാസിച്ചു, ഉടനെ ഭൂതം വിട്ടുപോയി. ഹല്ലേലൂയ. അപ്പൊ രോഗമല്ല, രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവ്. ഞാൻ ദുരാത്മാവിനെ ഉയർത്താനോ പൈശാചിക ശക്തികളെ ഉയർത്താനോ വേണ്ടിയല്ല, അതിനെ ജയിക്കുവാനുള്ള ഒരു അഭിഷേകം നമ്മുടെ മേൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല. നോക്കി, അപ്പൊ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഇനി ഞാൻ പറയാം, നമ്മൾ ഈ സ്പിരിച്വൽ സെൻസേഷനെ വർദ്ധിപ്പിക്കണം. യേശു പറഞ്ഞു, ഞാൻ നല്ല വൈദ്യൻ. അപ്പൊ വൈദ്യന്റെ പ്രത്യേകത, ഇതിന്റെ കാരണം എന്താണോ അതിനെയാണ് പിടിക്കുന്നത്. നമ്മൾ ഡോക്ടറെ ചെല്ലുമ്പോഴേക്കും നമ്മളൊരു ഒരു ഒരു കാര്യം പറയുക, എനിക്ക് ഭയങ്കര തലവേദന, ഡോക്ടർ ഒരു കാര്യം നമുക്കൊന്ന് സ്കാൻ ചെയ്തേക്കാം, കണ്ടോ? ഓ, നമ്മൾ പറയും ഡോക്ടർ ഒരു പാരസെറ്റമോൾ വന്നാൽ പോരാ, അതിന്റെ കാരണത്തിലേക്ക് പോവുക. യേശു ഇതേപോലെ തന്നെ പറയുകയാണ്, ഞാൻ നല്ല വൈദ്യൻ. ഇതിന്റെ കാരണത്തിലേക്ക് നമ്മൾ പോകണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി, നമ്മൾ സാധാരണ സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ വചനമൊക്കെ അന്യഭാഷയിലും അല്ലെങ്കിൽ സ്തുതിഗീതങ്ങളോ പ്രാർത്ഥനകളോ വചനങ്ങളോ ഒക്കെ ആയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇങ്ങനെ നമുക്ക് സാധാരണ വരുന്നൊരു അടയാളം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എത്ര പേർക്ക് ഹൃദയത്തിൽ ആ സമയത്ത് വചനങ്ങൾ വരും, ഇന്ന ബൈബിളിലെ വാക്യങ്ങൾ പൊങ്ങി വരുന്നവരുണ്ട്? അങ്ങനെ പൊതുവേ വചനങ്ങൾ വരുമ്പം മുട്ടുമുക്ക ആൾക്കാർക്കും ചിലപ്പം വചനവും നമ്മുടെ സാഹചര്യമായിട്ട് ഒരു ബന്ധമില്ലാത്തത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു ബന്ധമില്ല, എന്തോ വന്നേക്കുന്ന വചനം. ചിലപ്പോൾ നല്ല സിമിലർ ആയിട്ടുള്ള വചനം വരും, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇതിന്റെ കാരണം നമ്മുടെ അകത്തിരിക്കുന്ന ദൈവാത്മാവിൽ ലഭിച്ചിരിക്കുന്ന നമ്മുടെ അകത്ത മനുഷ്യൻ ഒരു കമ്മ്യൂണിക്കേഷന്റെ സ്കില്ലുള്ള ഒരു വ്യക്തിയാണ് ദൈവവുമായിട്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അല്ലേ? ഈ വ്യക്തിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കണ്ടോ? നമ്മളകത്തിരിക്കുന്ന ആത്മ മനുഷ്യനാണ് ഇത് വിവേചിക്കുന്നത്. ഈ വ്യക്തിക്ക് ദൈവവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന കാഴ്ചകൾ, നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ വരുന്ന വാക്കുകൾ, വ്യക്തികൾ, ചിന്തകൾ, രൂപങ്ങൾ, ഇതിനെല്ലാത്തിനും ഒരർത്ഥമുണ്ട്. ശ്രദ്ധിച്ചോണേ, നിങ്ങളകത്ത് വരുന്നതിനെല്ലാം ഒരർത്ഥമുണ്ട്. ഇതിനെ ആത്മീയമായിട്ട് വിവേചിക്കുമ്പോഴാണ്
നമ്മൾക്കതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുന്നത്. ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ മേൽ ദൈവീകമായിട്ടുള്ള കർത്താവ് പറഞ്ഞതുപോലെ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ. എന്താ വിശ്വാസം? എനിക്ക് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഭൂതത്തെ ഭയപ്പെടാനുള്ളതല്ല, ഭൂതത്തെ ഓടിക്കാനുള്ള. എന്നോട് പറഞ്ഞാട്ടെ, ഭൂതത്തെ പേടിക്കാനുള്ളതല്ല, ഭൂതത്തെ ഓടിക്കാനുള്ളതെന്ന് പറ. ഭൂതത്തെ പേടിക്കാനുള്ളതല്ല, ഭൂതത്തെ പേടിക്കാനുള്ള. ആമേൻ. ഭൂതത്തെ പലപ്പോഴും ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ ഓടിക്കാൻ പറ്റാത്തത്. ഇതിന്റെ രൂപം കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇതിങ്ങനെ ആടുന്ന കണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ കണ്ട് പേടിച്ചത് കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ കണ്ട് ഭയപ്പെട്ടാണ് കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കുന്നത് എന്തോ, അയ്യോ ദൈവമേ, ഇതെന്തോ ഭൂതം കിടന്ന് ഇളകി മറിയുന്നല്ലോ. ചിലർക്ക് പേടിയാ, ഭൂതം ഇളകുമ്പോൾ ആൾക്കാർക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ഭൂതം ഇളകുന്നത് നിങ്ങളെ കണ്ട് പേടിച്ച് ഇളകുന്നത്. അത് നമ്മൾ ഓർക്കുന്നത് എന്തോ, നമ്മൾ ഉടനെ ഇപ്പൊ എന്തോ സംഭവിക്കാൻ വേണ്ടി ഇപ്പൊ ബ്രദറെ എപ്പോഴും 2 വചനം മറക്കരുത്. മർക്കോസിന്റെ 16:17 അല്ല 16 താഴേക്ക് 16, 17, 18. മത്തായിയുടെ സുവിശേഷം 10-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കും. നോക്കിയേ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവരാണ് നടക്കും, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. മത്തായിൽ പറയുന്നു, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, ദൈവരാജ്യം പ്രസംഗിക്കാൻ എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഈ 2 വചനം എപ്പോഴും ഓർത്തോണം. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പിശാചിന് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അവന് പേടിക്കും നമ്മളെ കാണുമ്പോൾ. നമുക്കറിയാം, ഈ നമ്മൾ പെട്ടെന്ന് ഈ പോലീസ് ഓഫീസറൊക്കെ വരുന്ന സമയത്ത്, നിങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരോടിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാതെ നോട്ടം നോക്കത്തില്ലേ, ഒരു യൂണിഫോം ഒക്കെ കൊണ്ടുവരുമ്പോഴേക്കും. ചിലർ പറയാറുണ്ട്, പോലീസുകാരെ കാണുമ്പോൾ ഒരു പേടിയും വിറയില്ല. അപ്പൊ വല്ല തെറ്റിയതിലാണോ? ഒരു തെറ്റുമല്ല, കണ്ടപ്പോൾ ഒരു വിറയൽ. ചിലർക്ക് അങ്ങനെയുള്ളവരുണ്ട്. ഒന്നും ചെയ്തിട്ടല്ല, ചെറുതേ ഒരു പേടി. അതാ യൂണിഫോമിൻ്റെതാ. അവർ യൂണിഫോം ഇടാതെ സാധാരണ പോലെ വന്നു കഴിഞ്ഞാലോ നമുക്കൊരു പേടിയില്ല. ഇതേപോലെ പിശാച് നിങ്ങളെ കണ്ട് പേടിക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കുന്നത് കണ്ടപ്പോഴാണ് അവൻ ധൈര്യപ്പെടുന്നത്. കണ്ടോ, നിങ്ങൾക്ക് പേടിയാന്ന് മനസ്സിലാകുമ്പോൾ അവൻ ധൈര്യപ്പെടുവാൻ. അവിടെയാണ് ശിഷ്യന്മാരുടെ യേശു പറഞ്ഞത്, എന്തിന് നിങ്ങൾക്ക് എന്തിനാ സംശയം? അവരതിനെ പിടിക്കാൻ നോക്കിയിട്ട് രക്ഷയില്ല. യേശുവിനെ കൊണ്ടുവന്ന കർത്താവ് വളരെ സിമ്പിളായിട്ട് അതിനെ എന്ത് ചെയ്തു? പുറത്താക്കി, ശാസിച്ചു. കണ്ടോ? ആമേൻ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത്, കർത്താവിന്റെ വചനവുമായിരിക്കുന്ന സമയത്ത്, പ്രാർത്ഥനയിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത്, ഏതെങ്കിലും വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ചോദ്യം അതാണ്, ആത്മീയമായിട്ട് എങ്ങനെ ഇതിനെ വിവേചിക്കും? ഇവിടെയാണ് നിങ്ങൾ ദീർഘക്ഷമയോടെ ഇതിന്റെ പുറകെ നിർത്തേണ്ടത്. ദീർഘക്ഷമയോടെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവർ അനുകാരിയാണ്. ബൈബിളിൽ പലയിടങ്ങളിലും കാണാൻ പറ്റും ദീർഘക്ഷമ. ആത്മാവിന്റെ ഒരു ഫലമാണ് ദയ, പരോപകാരം, ദീർഘക്ഷമയൊക്കെ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളൊരു വിഷയത്തിന്റെ അകത്ത് ഈ കമ്മ്യൂണിക്കേഷൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ വർദ്ധിപ്പിക്കണം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നിങ്ങൾ എവിടെയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇതിങ്ങനെ കയറിയാണ് പല ആൾക്കാർക്ക് ഈ ഭയം വന്നു പോകുന്നത്. ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക, നിങ്ങളിപ്പോൾ ഒരു വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഓർത്തോണം, ഒന്ന്, നിങ്ങളുടെ അകത്ത് അധികാരമുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി ഭാരപ്പെടും, ആ വിഷയം അങ്ങോട്ട് ശരിയാകുന്നില്ല, അതങ്ങോട്ട് റെഡിയാകുന്നില്ല, എന്തോ ഒരു കാരണമുണ്ട്, കാരണം മനസ്സിലാകുന്നില്ല. നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, യേശുവേ ആ വിഷയത്തിൻ്റെ മേൽ വചനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, വചനമൊക്കെ പറഞ്ഞ് നമ്മൾ അന്യഭാഷ പറയുന്നു, പ്രാർത്ഥിക്കുന്നു, അന്യഭാഷ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഏതോ ഒരു സമയത്ത് ആത്മാവിൻ്റെ ഉപദേശം വന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം. ആമേൻ. ആത്മാവിൻ്റെ ഉപദേശം പെട്ടെന്ന് വെളിപ്പെട്ട് വരിക. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഈ കർത്താവ് പോയിക്കൊണ്ടിരുന്ന പടക് കാറ്റടിച്ചു, കടലിളകി. യേശു പടകിലുണ്ടായിരുന്നു, ശിഷ്യന്മാർ നിലവിളിച്ചു, എന്നിട്ടും കാറ്റടഞ്ഞില്ല. യേശു പടകിലുണ്ടായിട്ടും കാറ്റമർന്നില്ല, യേശു പടകിലുണ്ടായിട്ടും കടൽ അമർന്നില്ല. കടലിങ്ങനെ ഭയങ്കര ബഹളമാണ്. എങ്ങനെയെങ്കിലും ശിഷ്യന്മാരെ യേശുവിനെ മറിച്ചിടാൻ വേണ്ടി പഠിച്ചപ്പോൾ വരട്ട് നോക്കുക കടൽ. എൻ്റെ ചോദ്യം, യേശു എണീറ്റ് പറയുന്നത് വരെ കാറ്റടിച്ചുകൊണ്ടിരുന്നു. കണ്ടോ? യേശു വിളിയിട്ട് ഒരൊറ്റ ശാസനം, കാറ്റെ അടങ്ങുക, കടലെ നിൽക്കുക. ഉടനെ എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും ഒരു കുഴപ്പമില്ലാത്ത പോലെ പെരുമാറാൻ തുടങ്ങി. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് യേശു പറയുന്നത് വരെ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തു? കണ്ടോ? അപ്പം ഇവർക്ക് മനസ്സിലാകുന്ന ഒരു ട്യൂണുണ്ട്. ആത്മമണ്ഡലം പോലെ തന്നെ നമ്മൾ ആത്മമണ്ഡലത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന, അത് നമ്മൾ ഈ കാണുന്ന റൂട്ട് പോലെ അല്ല, രോഗത്തിൻ്റെ സിസ്റ്റം അല്ല. അവിടെ സിസ്റ്റങ്ങൾക്ക് വ്യത്യാസമുണ്ട്.
അവിടെ ചിലത് നീങ്ങി പോകണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടൊത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണ്. നമുക്കകത്ത് ശക്തിയോടെ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾ ദൈവവചനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പാമ്പിനെ കാണും, വഴുതരെ കാണും, അത് കാണും, ഇത് കാണും, ആനയെ കാണും, അത് പടം കാണും, ഈ ചിത്രം കാണും, വ്യക്തികളെ കാണും. ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു പൊക്കോണ്ടേയിരിക്കുക, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് കുറേ കാര്യം വന്നു, കുറേ വചനം വന്നു, കുറേ കാഴ്ചപ്പാടുകൾ വന്നു. ഇതിൻ്റെ അകത്ത് ഏതാണ് കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കുവാൻ നമുക്ക് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവെ ഇതിനെ വിവേചിക്കുവാനുള്ള കൃപ തരണം. കണ്ടോ? വിവേചിച്ചെടുക്കുവാൻ. ഹല്ലേലൂയ. അപ്പൊ വിവേചന വരം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ പറ്റി പറയുമ്പോൾ കാണാൻ പറ്റും വിവേചനത്തിന്റെ ആത്മാവ്. 9 കൃപാവരങ്ങൾ പറയുന്ന സമയത്ത് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, ആത്മാവിനാൽ നമുക്ക് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, പ്രവചനം, രോഗസൗഖ്യം, അന്യഭാഷാവരം, അതിൻ്റെ അകത്ത് വിവേചനത്തിന്റെ വരം, വിവേചനം, വിവേചിക്കുവാനുള്ള വരം. ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് വിവേചന വരം എന്നിൽ വർദ്ധിപ്പിക്കണം, വിവേചന വരം വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. വിവേചന വരം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ വിവേചന വരം, ഈ സ്പിരിച്വൽ സെൻസേഷൻ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പലതും നമുക്കറിയത്തില്ല, നമ്മൾ ഈ കാരണം അറിയാതെ കിടന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം അറിയാം. ഇപ്പൊ ഞാൻ പറയാം, ഈ നമ്മളിപ്പോ ഒരു ഡോറ്, നിങ്ങൾക്ക് പോകേണ്ടത് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. ലെഫ്റ്റിൽ ഒരു ഡോറുണ്ട്, റൈറ്റിലും ഡോറുണ്ട്. ഈ റൈറ്റിലെ ശരിക്കും പറഞ്ഞാൽ ഡോറ് ശരിക്കും പറഞ്ഞാൽ ലോക്കാ. ഇത് ലോക്ക് മാറ്റിയിട്ടേക്കുക. നിങ്ങൾ റൈറ്റ് ഡോറിൽ കിടന്ന് ഭയങ്കര പിടിവള്ളിയാ, താക്കോലിട്ട് തിരിക്കാൻ നോക്കിയിട്ട് രക്ഷയില്ല. തിരിച്ചും മറിച്ചും ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല? അതൊന്നും വർക്കാകുന്നില്ല, ഒരു രക്ഷയില്ല, അത് അനങ്ങുന്നില്ല. പക്ഷേ 13-ാമത്തെ ഡോറിലെ കീ ഇട്ടപ്പോൾ ഈസി ആയിട്ട് തുറന്നു. അപ്പൊ എന്റെ ചോദ്യം, ഇത്രയും നേരം മൽപ്പിടുത്തം പിടിച്ച് ഞാൻ തുറക്കാഞ്ഞത് റോങ് കീ യൂസ് ചെയ്തു. ഹല്ലേലൂയ. നോക്കിക്കേ, മറ്റൊരുത്തന് ആത്മാവിനാൽ പ്രവചനം, മറ്റൊരുത്തന് ആത്മാക്കളുടെ വിവേചനം. ആത്മാക്കളുടെ വിവേചനം, ആ വാക്കുകൊണ്ട് വിവേചനം, ഡിസേണിങ് സ്പിരിറ്റ്. അപ്പൊ ഈ കൃപാവരം നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവ പ്രവർത്തികളിലേക്ക് നമുക്ക് കയറി വരാൻ പറ്റുന്നത്. പലപ്പോഴും നമ്മുടെ കാരണങ്ങൾ അറിയാത്തത്, പലപ്പോഴും നമ്മൾ ഒരു പ്രവാചകന്റെയോ ദൈവദാസന്റെ ഒക്കെ പുറകെ ഓടിക്കൊണ്ടിരിക്കില്ല, അവർക്കാണ് സമയവും ഇല്ല. പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് വിവേചന വരം എന്നിൽ ജ്വലിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഇത് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം. വചനമൊക്കെ പറഞ്ഞുകൊണ്ട്, ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട്, കർത്താവിൽ അന്യഭാഷയുണ്ട്, അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് കുറച്ചു നേരം ഇരിക്കുന്ന സമയത്ത് കർത്താവ് എനിക്ക് വിവേചിക്കണം, എനിക്കിത് വിവേചിക്കും. അപ്പൊ ദൈവിക കാര്യങ്ങളെ സെൻസ് ചെയ്യുവാൻ. പലരും എന്നോട് ചോദിക്കും, ബ്രദറെ, ഈ എങ്ങനെയാണ് ദൈവത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെട്ട് വരുന്നത് ചോദിക്കും. എങ്ങനെയാണ് ഇത് വെളിപ്പെട്ട് വരുന്നത് ചോദിക്കും. എങ്ങനെയാണ് ഈ പല വിഷയങ്ങൾ ഇങ്ങനെ പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം പല വിഷയങ്ങൾ ഇങ്ങനെ വെളിപ്പെട്ട് വരികയും ദൈവം അത് ഇടപെടുന്നതും സംസാരിക്കുന്നതും എങ്ങനെയാണ് അറിയുന്നതെന്ന് പറയുമ്പം ഞാൻ പറയും, ആ സമയത്ത് നമുക്കത് മനസ്സിലാകും. ഹൃദയത്തിൻ്റെ അകത്ത് ആ സമയത്ത് ഇന്ന പേര് അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഇന്ന വിഷയം ഇന്ന വ്യക്തി വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെടുന്നെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത് അറിയുവാൻ കഴിയും. ഇന്ന വ്യക്തി ഇന്ന ബ്ലോക്കിൻ്റെ അകത്ത് ഇരിക്കുന്നു, ആ വ്യക്തിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ മേൽ ഇന്ന് കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു, ആ വ്യക്തി ഇന്ന ദിവസം ജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ഇന്ന ദിവസങ്ങളിലായിരിക്കുന്നു, ആ ഇന്ന വിഷയത്തിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് കർത്താവ് സഹോദരി പറഞ്ഞതുപോലെ, ഇന്നലത്തെ ഒരു സാക്ഷി നമ്മൾ കേട്ടതാ. 2 വർഷം മുമ്പ് ആ സഹോദരി കണ്ടൊരു സ്വപ്നമായിരുന്നു, ഒരാളിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു സ്വപ്നം. 2 വർഷം മുമ്പ് കണ്ടു. അതിൻ്റെ അകത്തൊരു കുഞ്ഞ് അടുത്ത് നിൽക്കുന്നു. ആ ഒരു സ്വപ്നം ആ സഹോദരി കണ്ടു 2 വർഷം മുമ്പാ. ഇന്നലെ ദൈവികാത്മാവ് ഇടപെട്ടു, ഒരു വ്യക്തിയുടെ പേര് ദൈവാത്മാവ് വെളിപ്പെട്ടു. ആ പേര് വെളിപ്പെട്ട് ആ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ദൈവാത്മാവ് സംസാരിച്ചു, നിങ്ങൾ കണ്ടൊരു സ്വപ്നം, ആ ഒരു വ്യക്തി തൂങ്ങി നിൽക്കുന്നു. എത്ര പേരത് കേട്ടായിരുന്നു ആ സാക്ഷ്യം?
കേട്ടായിരുന്നു ബ്രദറെ. കണ്ടോ? കേട്ടു. അപ്പൊ ആ വ്യക്തി കണ്ട ഒരു സ്വപ്നം, ആ വ്യക്തി കണ്ട ഒരു സ്വപ്നം 2 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു സ്വപ്നം 2 വർഷത്തിന് ശേഷം മറ്റൊരു വ്യക്തി പറഞ്ഞു കൊടുക്കുക. കണ്ടോ? വിവേചിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിന്റെ അകത്ത് ഉള്ളറകളെ പരിശുദ്ധാത്മാവ് കണ്ടിട്ട് മറ്റൊരു വ്യക്തിയുടെ ആത്മാവിലൂടെ അത് വിവേചിച്ചെടുക്കുക. അപ്പൊ ആ തലമുറയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വെല്ലുവിളിയായിരുന്നത്. ആ തലമുറയെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന പിശാചിന്റെ ഒരു പ്ലാൻ ആയിരുന്നു അവിടെ തകർത്ത് കളയോ ദൈവാത്മാവ്. നോക്കിക്ക്. അപ്പൊ 2 വർഷം മുമ്പ് സഹോദരി ഇത് കണ്ടു, എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു തരാം. എന്താണ് ഈ കണ്ടോന്ന് മനസ്സിലാകുന്നില്ല. കണ്ടോ? പക്ഷെ അത് വിവേചിച്ചു കൊടുത്തു. അതിന്റെ കാര്യം എന്താ? തലമുറയെ ലക്ഷ്യം വെച്ച് നിൽക്കുന്നവരെന്നായിരുന്നു. കണ്ടോ? ഇപ്പൊ വിവേചന വരത്തിലൂടെ 2 വർഷം മുമ്പ് കണ്ട സ്വപ്നം എന്താണെന്ന് ആ സഹോദരിക്ക് അറിയത്തില്ല. പക്ഷെ അതിന്റെ അർത്ഥം എന്തെന്നത് വ്യാഖ്യാനിക്കുന്നു ഒരു മുൻപരിചയമില്ലാത്തൊരു വ്യക്തി. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇത് വിവേചന വരം നമുക്ക് ആവശ്യം വിശ്വാസിക്ക്. എന്തിന് വിവേചന വരം? ഈ ലോകത്ത് ജീവിക്കുമ്പം നന്മ ഏത് തിന്മ ഏത് നമ്മുടെ മുമ്പിൽ വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ പലപ്പോഴും ചോദിക്കും, ബ്രദറെ ഞാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ പല ദൈവദാസന്മാരെ വചനം കേൾക്കുമ്പോൾ നമ്മൾ വിവേചിക്കണം. ഇത് ആത്മാവിൽ നിന്നാണോ, ഇത് ദൈവത്തിൽ നിന്നാണോ, അതോ മറ്റെവിടെ നിന്നെങ്കിലും ആണോ? വിവേചിക്കണം. വിവേചിക്കുവാൻ നമുക്ക് അതുകൊണ്ടാണ് യേശുവിന് മനസ്സിലായി. ഞാൻ നല്ല വൈദ്യൻ. കണ്ടോ? എനിക്കിതിന്റെ കാരണം മനസ്സിലായി. ഇത് രോഗമൊന്നുമല്ല. തെളിവ് ഞാനിപ്പോൾ പറഞ്ഞു തരാം. നിന്റെ പാപം മോചിപ്പിച്ചിരിക്കുന്നു. ഉടനെ അവൻ ചാടി എണീറ്റ്. കണ്ടോ? അപ്പൊ അവന്റെ കൂടെ വന്ന നാട്ടുകാർ പറയാ, ഞങ്ങൾ ഇന്നലെയും കൂടെ ഡോക്ടറെ കാണിച്ചതുള്ളൂ, ഇന്നലെയും കൂടെ 10,000 രൂപ മരുന്ന് മേടിച്ചതുള്ളൂ, ഇന്നലെയും കൂടെ സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞതുള്ളൂ ഇത് വലിയ കേസാ, മാറത്തില്ലെന്ന്. യേശു വളരെ സിമ്പിളായിട്ട് കണ്ടോ ഇതിന്റെ കാരണത്തെ കയറി പിടിച്ചത്. കണ്ടോ? എൻ്റെ കൂടെ പറഞ്ഞ കാരണം മാറിയാൽ വിഷയം മാറുമെന്ന് പറ. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ വിവേചന വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. വിവേചന വരം കർത്താവ് എന്നിൽ ജ്വലിപ്പിക്കണമേ. അത് നമ്മുടെ വിഷയങ്ങൾ മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയല്ല, അനുദിന ജീവിതത്തിൽ നമുക്കിത് ആവശ്യമാ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവികമായ ഇടപെടൽ നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ അബദ്ധങ്ങളിൽ പോയി ചാടും. ഇത് സംഭവിക്കാതിരിപ്പാൻ പല ആൾക്കാർക്കും സംഭവിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ദൈവസന്നിധി പരാതി പറഞ്ഞ കാര്യമൊന്നുമില്ല പ്രിയരെ. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എന്നെങ്കിൽ ഒരു സംശയം ചോദിച്ചത്, ഇത് ഈ വാക്യം ഏതാണ് എഴുതിയെടുക്കാൻ? 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 17-ാമത്തെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണോ? ഏതാ ചോദിച്ച ബ്രദർ? ഈ വിവേചനപരം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 9 കൃപാവരങ്ങളെ പറ്റി പറയുന്ന ഭാഗമാണ്. 9 കൃപാവരങ്ങൾ. 12-ാമത്തെ 10-ാം വാക്യം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഇപ്പൊ ഈ വരം ഇല്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു തീരുമാനത്തെ ദൈവഹിതമാണോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന 2 വരങ്ങളാണ്. 1 പ്രവചന വരം, 2 വിവേചന വരം. നമ്മുടെ നന്മകൾ മുമ്പിൽ വരുമ്പോൾ പല ചാൻസുകൾ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും എനിക്ക് വന്നത് തൃശ്ശൂരുള്ള പ്രിൻസ് ആൻറ്റി കണക്ട് ചെയ്ത ഒരു സഹോദരിയാണ്. ആ സഹോദരി ഒരു വിശ്വാസത്തിലുള്ള ക്രിസ്ത്യ വിശ്വാസമല്ല, അവരുടെ ഷോപ്പിൽ എന്തോ വന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഒത്തിരി വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സഹോദരിക്ക് ഒരു ചാൻസ് വന്നു, വിദേശത്തേക്ക് പോകാൻ ചാൻസ് വന്നു. അപ്പോൾ പറഞ്ഞു, ബ്രദറെ ഹസ്ബൻഡ് കിഡ്നി പേഷ്യൻ്റ് ആണ്, വല്ലാത്തൊരു സ്ട്രഗിളിലൂടെ കടന്നു പോവുകയാണ്, എനിക്ക് ആകെക്കൂടി ഒരു പിടിവള്ളിയാണ്, എന്തോ ദുബായിക്കോ മറ്റെവിടെയോ പോകാൻ വേണ്ടി ഒരു ചാൻസ്, എല്ലാം ഒത്തിരിക്കുക, അതൊന്ന് നേരെ നടക്കാൻ വേണ്ടി, സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടിയൊക്കെ എല്ലാം ഓക്കെ ആയിട്ടിരിക്കുക, വിസ അടിച്ചാൽ മതി, അത്ര നിൽക്കുക, പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക. എന്തോ വീട്ടിൽ അവിടെ എന്തോ ജോലിക്ക് നിൽക്കുക, അറബിയുടെ വീട്ടിൽ ജോലിക്ക് എന്തോ പോകാൻ വേണ്ടിയാണ്. അങ്ങനത്തെ എന്തോ ഒരു വിസ, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. എന്നുള്ളത് കേട്ടായിരുന്നു സാക്ഷ്യം കുറേ കാലം മുമ്പ്. അപ്പം ഞാൻ ഭയങ്കര സങ്കട സഹോദരി പറഞ്ഞു, വീട്ടിൽ ഭർത്താവിന് പേഷ്യൻ്റാണ്, രോഗമാണ്. അപ്പോൾ ബ്രദർ ഒന്ന് വേഗത്തിൽ നടക്കാൻ വേണ്ടി. അപ്പോൾ പുള്ളിക്കാർക്ക് ഇങ്ങനെ പരിചയമൊന്നും, പ്രാർത്ഥനയ്ക്ക് പോയി പരിചയമൊന്നുള്ള ആളൊന്നും അല്ല, വിശ്വാസിയല്ല, ക്രിസ്തു വിശ്വാസിയല്ല, ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ഷോപ്പിൽ വന്ന സമയത്ത് എങ്ങനെയോ യാദൃശ്യമായിട്ടത് കണ്ട, ഞാൻ ആ സാക്ഷ്യം കണ്ട് ഓർക്കുന്നില്ല, യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ വേഗത്തിൽ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി ഇങ്ങനെ, കർത്താവേ, പാവം സഹോദരി
നന്മയാകട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ദൈവാത്മ പറഞ്ഞു, നോ യു. ഞാൻ വളരെ സങ്കടത്തോടെ സഹോദരി പറഞ്ഞു, സഹോദരിക്ക് എത്രത്തോളം ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വഴി പോകരുത്, ഈ വഴി പോകരുത്, ദൈവം മറ്റൊരു വഴി തുറക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത ആ സഹോദരി പിന്നീട് വിളിക്കത്തില്ലായിരിക്കും. പിന്നെ മറുപടി ഒന്നും കണ്ടില്ല. കാര്യം പറഞ്ഞു, ബ്രദറെ ഞാൻ പുള്ളി അയച്ചൊരു വോയിസ് റെക്കോർഡ് എനിക്ക് തിരിച്ചയച്ചു. അന്ന് ഞാൻ കേൾപ്പിച്ചായിരുന്നു വോയിസ് റെക്കോർഡ്. ഈ വിസ അടിക്കാൻ നിന്ന പുള്ളി പറയുക, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടാണോ നീ അങ്ങനെ പറഞ്ഞു. ഒരു വോയിസ് റെക്കോർഡ് എനിക്ക് ഷെയർ ചെയ്തു, എനിക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്തു, ഫോർവേഡ് ചെയ്തു സഹോദരി. നീ എല്ലാം പറഞ്ഞ് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടല്ലേ, നീ പറഞ്ഞിട്ടല്ലേ വിസ അടിക്കാൻ വെച്ച്, നീ ഇത് മാറ്റാൻ പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ബഹളം വെക്കുന്ന ഒരു വീഡിയോ, ഒരു ഓഡിയോ ഷെയർ ചെയ്തു. അപ്പം ഞാൻ തിരിച്ചൊരു മറുപടി പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ ഉള്ളത്തിൽ, ഇപ്പം ഞാനൊരു വിശ്വാസികളാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് പറയാൻ പറ്റും അല്ലേ, ഇങ്ങനെ കാര്യം ഇന്ന കാര്യമൊക്കെ പറയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ സഹോദരി, എൻ്റെ ഉള്ളത്തിൽ പ്രാർത്ഥിച്ച് കർത്താവ് പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് ദൈവം ഒരിക്കലും ഇത്, പക്ഷേ നിങ്ങൾക്കുള്ളതല്ല, ഇത് എന്തോ ഒരു അപകടം ഇതിനകത്തുണ്ട്. ഇത്രയും പറഞ്ഞു. എനിക്ക് ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞ് ക്ലോസ് ചെയ്തു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്കാരി കോൺടാക്റ്റ് ഒന്നും ചെയ്തില്ല. അതിനുശേഷമാണ് ആ സഹോദരി, എനിക്കൊന്ന് പ്രിൻസിയാൻറ്റി എനിക്ക് സാക്ഷ്യം പറഞ്ഞത്, തൃശ്ശൂരുള്ള സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവർക്ക് എന്ത് ചെയ്തു, അത് പോയില്ല, അവരത് ആ ചാൻസ് എന്തോ കൃപയാൽ അത് ഏറ്റെടുത്തില്ല. പകരം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ആ സഹോദരി പോയി മറ്റൊരു വഴി ദൈവം തുറന്നു. ദൈവാത്മ ഇടപെട്ടുള്ളത് തന്നെ മറ്റൊരു വഴി ദൈവം തുറന്നു. കണ്ടോ? ഇപ്പം ആദ്യത്തെ കാര്യത്തിൽ അവർ കൈവച്ചിരുന്നത് ചിലപ്പോൾ അവിടെ ചിലപ്പോൾ എന്തോ ഒരു അപകടം കാണുമായിരിക്കും, അവിടെ നമുക്കറിയത്തില്ല. അവരവിടെ ചെന്നു. അപ്പം നമ്മൾ നോർമലാണ്, നിങ്ങൾ എന്ത് ചെയ്തു തന്നെ, നോർമലായിട്ട് ആ പുള്ളി വിളിക്കുമെന്ന് വിചാരിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു തന്നെ? ഇങ്ങനെ ഒരു വിഷയത്തിൽ ഒരാൾ ഭാരപ്പെട്ട് വിളിക്കുക, നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉടനെ പറയും, കർത്താവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പോയി അനുഗ്രഹം പ്രാപിക്കാൻ പറയും അല്ലേ? നമ്മളാണ് അങ്ങനെ പ്രാർത്ഥിച്ചങ്ങോട്ട് അവിടെ ചെന്നൊരു അബദ്ധം ഉണ്ടാവും. നമ്മൾ പറയും, കണ്ടോ സാത്താൻ അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്, പ്രതിസന്ധിയാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത്, പിന്നെ വലിയ പ്രാർത്ഥന, അടുത്ത പ്രാർത്ഥന. അപ്പം അത് മാറാൻ വേണ്ടി വേറൊരു പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ വിവേചനത്തിലൂടെ അതിനെ വിവേചിക്കുന്നത്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ പല കാരണങ്ങളുണ്ട് ഇതിനെല്ലാം. എല്ലാത്തിൻ്റെ പിന്നിൽ ആത്മമണ്ഡലത്തിലാണ് നമ്മൾ. ഒരു വിശ്വാസി ആത്മീയമായിട്ടാണ് എല്ലാത്തിനെയും കാണേണ്ടത്, ജഡികമായി കാണരുത്. ജഡികമായി കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് വിശ്വാസ ജീവിതത്തിൽ. നമ്മൾ പലപ്പോഴും തടസ്സങ്ങളിൽ പെട്ടുപോകുന്നതിൻ്റെ കാരണം ജഡികമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഹല്ലേലൂയ, ജഡികമായ തീരുമാനം. അപ്പം ഈ കൃപാവരം അല്ലെങ്കിൽ ഈ ഒരു ദൈവികമായിട്ടുള്ള എന്താ പറയുന്നത്, വിവേചനം, ഇതൊരാത്മാവിൽ നിങ്ങൾ ഇരിക്കണം. ദൈവസന്നിധിയിൽ ചുമ്മാ കിട്ടുമോ? ഇല്ല, ഇരിക്കണം, പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? വചനങ്ങൾ ആദ്യം പറയണം, അന്യഭാഷ പറയണം. ദൈവസന്നിധിയിൽ ഇരുന്നിട്ട്, കർത്താവ് എനിക്ക് ആ വിവേചന വരത്തെ ജ്വലിപ്പിക്കണം, എനിക്ക് ദൈവഗീതം മനസ്സിലാക്കണം, കർത്താവിൻ്റെ പദ്ധതികളെ തിരിച്ചറിയണം, സ്പിരിച്വൽ സെൻസേഷൻ, ആത്മീയമായിട്ട് അതിനെ തിരിച്ചറിയുവാനുള്ള എന്താ പറയുന്നത് ഒരു സെൻസ് എനിക്ക് ഉണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിച്ച് നോക്കിക്ക്, ദിവസവും പ്രാർത്ഥിക്കണം. വിവേചനവരം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ തരുവല്ല, ഉള്ളതിനെ ജ്വലിപ്പിക്കും. അങ്ങനെ ജ്വലിപ്പിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് കർത്താവിന് ഇത് പ്രവചനവരമല്ല, ഇത് വിവേചനമാണ്. നോക്കിക്കേ, യേശു പറഞ്ഞ വാക്ക് കണ്ടോ? ഞാൻ പ്രവാചകൻ എന്നല്ല പറഞ്ഞത്, ഞാൻ വൈദ്യനാണ്. എനിക്ക് മനസ്സിലായി ഈ രോഗത്തിന്റെ പിന്നിലെ കാരണം. യേശു അത്ഭുത മന്ത്രി എന്നവിടെ പറഞ്ഞില്ല. കാര്യം യേശു അത്ഭുത മന്ത്രിയാണ്, അതവിടെ പറഞ്ഞില്ല. വീരനാം ദൈവം എന്ന് യേശു പറഞ്ഞില്ല. നിത്യപിതാവെന്ന് പറഞ്ഞില്ല. സമാധാന പ്രഭു എന്ന് പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഗുഡ് ഫിസിഷ്യനാന്ന് പറഞ്ഞു. ഇതിന്റെ കാരണം എനിക്കറിയാം. അവനെ സൗഖ്യമാക്കാനുള്ള കഴിവ് എൻ്റെ അകത്തുണ്ട്. ഈ എബിലിറ്റി ഉപയോഗിക്കണം. ഭൂതങ്ങളെ മേൽ അധികാരം നമുക്കുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ ഇന്ന് സൗഖ്യമാക്കണം, പൈശാചിക ശക്തികളെ. ഞാൻ ഇന്ന് നമ്മുടെ ഷീബ സിസ്റ്ററുമായിട്ട് സംസാരിച്ച സമയത്ത് സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, അവർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്ന സമയത്ത് അവർ ഒരു ദേവദാസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പറഞ്ഞു. ദേവദാസൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, കൈവെക്കുക, ഒരാൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. ഒരു രോഗി നിങ്ങളുടെ മുമ്പിൽ വന്ന് പെട്ടാൽ, ആ രോഗിയെ ദൈവം കൊണ്ടുവന്നാൽ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ മേലുള്ള രോഗാത്മാക്കളെ പുറത്താക്കുക. ഞാൻ പറഞ്ഞു, ഇത് ഒറ്റ വാക്കിൽ പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഹല്ലേലൂയ.
യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ആ കൃപാവരങ്ങൾ എൻ്റെ ഉള്ളത്തിൽ ജോലി. എനിക്ക് സുവിശേഷം, നമ്മളിവിടെ ഇരുന്നാൽ പറ്റത്തില്ല. സുവിശേഷം, നിങ്ങൾ വീട്ടമ്മയായിരിക്കാം, പക്ഷെ സുവിശേഷം അറിയിക്കണം. വിശ്വാസി വിവേചന വരത്തിൽ വേണം ജീവിക്കാൻ. വിവേചന വരം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ നിമിഷവും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വിദേശത്തേക്ക് വിടുമ്പം പലപ്പോഴും പല ആളുകളും ചാടിക്കേറി നമ്മൾ ചെയ്യുന്ന പല തീരുമാനങ്ങളും പിന്നീട് ദുഃഖിക്കാൻ ഇടവരരുത്. ദൈവത്താൽ അയക്കപ്പെടുന്നെങ്കിൽ ഒന്നും പേടിക്കണ്ട. ഓരോ തീരുമാനങ്ങളും, ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ വിവാഹം വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം വന്നു, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, സ്ഥലം മേടിക്കാൻ വേണ്ടി, വീട് മേടിക്കാൻ വേണ്ടി, എന്തും ആയിക്കോട്ടെ, ഏതൊരു കാര്യം വന്ന ഉടനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കത് വിവേചിച്ച് തരണമേ. നിങ്ങളുടെ ഉള്ളിൽ ആ കൃപാവരങ്ങൾ ജ്വലിക്കണം. നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും അന്യഭാഷ പറയുന്നല്ലോ, 1 മണിക്കൂർ അല്ലേ? ഈ അന്യഭാഷ പറയുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങളുടെ അകത്ത് ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുക. നിങ്ങളത് ഒത്തിരി കാര്യങ്ങൾ മാറ്റം. ഈ കൃപാവരങ്ങൾ ജ്വലിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്പിരിച്വൽ സെൻസേഷൻ വർദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ അകത്തിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യം പോലും വർദ്ധിക്കുന്നുണ്ട്. അറിയാവോ? ആരോഗ്യം പോലും വർദ്ധിക്കുന്നുണ്ട്. നമുക്കത് അറിയാൻ മേലഞ്ഞിട്ടാ. 1 മണിക്കൂർ നിങ്ങൾ എല്ലാ ദിവസവും അന്യഭാഷ, അത് കുറവാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയണ കുറവാന്നേ പറയത്തുള്ളൂ. എല്ലാ ദിവസവും ഇത് ചെയ്യുമ്പോൾ ആരോഗ്യത്തിൽ പോലും മാറ്റം ഉണ്ടാകും. കാര്യം എന്നറിയോ? പലതിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന കാരണങ്ങൾ തകരുക. അവിടെ ആത്മാവിൽ പണിയപ്പെടുകയാണ് നമ്മൾ. നന്ദി യേശു. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ഈ മാസം നടക്കുന്ന കൊല്ലത്തും കോട്ടയത്തും നടക്കുന്ന അന്യഭാഷാ പ്രാർത്ഥന, വിടുതൽ ശുശ്രൂഷ, രോഗസൗഖ്യ ശുശ്രൂഷ, അതൊക്കെയും ആ പട്ടണത്തെ തൊടും. നമ്മൾ ചുമ്മാ ആ പഞ്ചായത്തിൽ മാത്രം കൂടുവല്ല, നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദേശം ഇളകും. അനേക തകർന്ന ഭവനങ്ങൾ വിടിവിക്കപ്പെടും. ദുരാത്മാവ് അടച്ചുവെച്ച മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദുരാത്മാക്കളെ കുടുംബം വിട്ട് ദേശം വിട്ട് ഇളകി മാറും. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ പറയല്ല ബ്രദർ. എൻ്റെ വിഷയം മാത്രമല്ല, നമ്മുടെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുക. ദേശത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നിൽക്കാൻ കിട്ടുന്ന അവസരം പ്രിയരെ പാഴാക്കരുതേ. ഞാൻ അങ്ങനെ തന്നെ പറയുക കേട്ടോ. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കരുത്. ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. അതാണ് ഏറ്റവും വലിയ കൃപ. നമ്മൾ ആരും യേശുവിനെ സഹായിക്കുമല്ല, പകരം കർത്താവിന് വേണ്ടി ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ. സുവിശേഷ പ്രവർത്തനം. നന്ദി യേശുവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, ഇന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എന്നുള്ളത് കർത്താവ് പറയുന്നു, സൂസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ജനുവരി മാസവുമായിട്ട് ബന്ധമുള്ള ജനുവരി മാസവുമായിട്ട് ബന്ധമുള്ള ഒരു സൂസന്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമാധാനം വെളിപ്പെടാൻ വേണ്ടി ജനുവരി മാസവുമായിട്ട് ജനനമുള്ള ഒരു വ്യക്തിയുള്ള സൂസന്റെ ഭവനം. ഓ യേശുവേ, ഇന്ന് കർത്താവേ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഓ യേശു. സൂസൻ ജനുവരിയിൽ എന്റെ മോള് ജനിച്ചിരിക്കുന്നു. ജനുവരിയിലാണ്. സിസ്റ്ററുടെ പേരാണ് സൂസൻ. അതെ. ഓ, ഇന്ന് തലമുറ ഇപ്പൊ എവിടെയാ? ഇപ്പൊ കണ്ണൂരാണ്. കണ്ണൂരാ. യേശുവിന്റെ നാമത്തിൽ ആ തലമുറയുടെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി ദൈവം അയക്കാൻ വേണ്ടി പോവാ. ഓ പറഞ്ഞു. ബ്രദറെ, എന്റെ പേര് സൂസനാണ്. ഞാനും ജനുവരി 3-ാം തീയതി, എന്റെ മോൻ ജനുവരി 13. എന്നാ രണ്ടുപേരെയും പിടിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുക. ജനുവരി ജനിച്ചത് എന്റെ മമ്മി ജനുവരി ജനിച്ച, എന്റെ സഹോദരിയും ജനുവരി ജനിച്ചതാ. ഞാനും സൂസന. കേട്ടെ, ഇപ്പൊ 3 സൂസന്മാര് വന്നു. ജനുവരി ജനിച്ച തലമുറയുള്ള സൂസന്മാരേതാ? ജനുവരി ജനിച്ച എന്റെ മോനെ. സഹോദരിയുടെ പറഞ്ഞതോ? ആദ്യം പറഞ്ഞ സഹോദരി പറഞ്ഞത് മോള്. എന്റെ തലമുറയില്ല, ഞാൻ അൺമാരീഡാ. അമ്മയും സഹോദരിയും. ഓക്കെ, ഇപ്പൊ തലമുറ ഉണ്ടെന്ന് പറഞ്ഞ സഹോദരി മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. തലമുറ. ഓക്കെ, അതായത് കർത്താവ് ഇടപെട്ട ദൂത് ശ്രദ്ധിച്ചോണം. സൂസന്റെ ഭവനത്തിൽ ജനുവരിയിൽ ജനിച്ച ഒരു വ്യക്തി, തലമുറയുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പം ഈ ആഷ് കളറിലെ ഒരു ബാഗ്, ആഷ് കളർ ആർക്കാ ഉള്ളത്? സിസ്റ്റർ കൊണ്ടുനടക്കുന്ന ബാഗ്. അത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ആ ബാഗുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നത്. ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്റെ ഉള്ളത്തിൽ പറയുന്നു,
ആ വ്യക്തിയുടെ ശരീരത്തിന്റെ മേൽ ഇന്നൊരു ദൈവപ്രവർത്തനം നടക്കുമ്പോൾ അത് തലമുറയുടെ മേലേക്കും, ഇത് ഞാൻ ഈ സിസ്റ്ററെ കണ്ടപ്പോൾ ഞാൻ ഈ കളറിലെ ആഷ് ബാഗ് ഞാൻ ചോദിക്കാൻ കാരണം, ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരയുന്നൊരു കാഴ്ച ഞാൻ കാണുന്നത് ആത്മാവിൽ. ഈ വ്യക്തി സങ്കടപ്പെടുക. ഇന്ന് പോയിട്ട് സങ്കടപ്പെട്ട കണ്ടോ? യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇടപെടുന്നതുകൊണ്ടോ പ്രിയരെ? യേശുവിന് അധികാരമുള്ള നാമത്തിൽ സിസ്റ്ററെ ഇന്ന് കർത്താവിന്റെ ഉള്ളത്തിൽ പറയുക കേട്ടോ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ആ കുടുംബത്തിന്റെ മേൽ കർത്താവ് ഇന്ന് മറഞ്ഞു നിൽക്കുന്ന സകല കർത്താവ് ദുഷ്ടന്റെ പ്രവൃത്തികളെയും ആത്മാവിൽ ഞങ്ങൾ വെട്ടി മാറ്റുന്നു. ഓ യേശുവേ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ എന്നുള്ളത് കർത്താവ് പറയാ, സമാധാനം കുടുംബത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാ. ഓ യേശുവേ, ഞാൻ ഈ ഒരു രണ്ട് ഷീറ്റുള്ള ഒരു പേപ്പർ ഞാൻ കാണുക. ആ പേപ്പർ ഒരു ഡോക്യുമെന്റ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി പോവാന്ന് കർത്താവിനുള്ളത്തിൽ പറയാം. കേൾക്കുന്നുണ്ടോ? അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി പോവാ. 2 പേപ്പർ അത് പിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതൊരു ഡോക്യുമെന്റ് ആണ്. അത് റിലേറ്റ് ചെയ്തൊരു ബ്ലെസ്സിങ്ങിന്റെ ദൂത് കർത്താവ് കേൾപ്പിക്കാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതെന്നാ സിസ്റ്ററെ പേപ്പർ? അത് മോളുടെ ജോലി സംബന്ധമായിട്ട് പാസ്റ്റർ തന്നെ പറഞ്ഞ ഒരു പ്രൊഫസിയാണ്. ഈ മോളുടെ നേരത്തെ വെളിപ്പെട്ടിട്ടുണ്ട്. ഓ യേശു, ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്നൊരു കൺഫർമേഷനെ തമ്പുരാൻ റിലീസ് ചെയ്യട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നു. അത്ഭുതകരമായ സാക്ഷ്യത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ കർത്താവെ അങ്ങ് തൊടുന്നല്ലോ. അങ്ങ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണപ്പ, വീര്യപ്രവർത്തിക്കുന്ന ദൈവമാണപ്പ. യേശുവിന്റെ അധികാരം ഒരു സ്വീകരിച്ച അത്ഭുതത്തെ സ്വീകരിച്ച ഡെലിവറൻസ് നടക്കുക കേട്ടോ. ആ ഡെലിവറൻസ് നടക്കുക, അസാധാരണമായ ഡെലിവറൻസ് നടക്കുക. ഇന്ന് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തലമുറയുടെ ജീവിതത്തെ അടച്ചതിനെ ഇന്ന് ഇവിടെ ആരാധിച്ചു. ഇപ്പൊ തുറക്കുക യേശു. ഓ, അഭിഷേകത്തിന്റെ ശക്തിയാൽ മുഖങ്ങൾ ഒടിയുന്നു. ഇപ്പം ദേശത്ത് അനേകർ നടുവിൽ തല കുനിക്കേണ്ടി വന്നിട്ടുണ്ട്, സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ട്, ചോദ്യങ്ങളുടെ നടുവിൽ പിന്മാറിപ്പോണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ തമ്പുരാൻ നിർത്താൻ വേണ്ടി പോവാട്ടോ. അനേകർക്കൊരു സാക്ഷ്യമായിട്ട് ദൈവം നിർത്താൻ വേണ്ടി പോവാ. എടുത്ത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മോളുടെ പേരെന്നാ സിസ്റ്ററെ? ഇന്ന് അവളെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലെസ്, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇപ്പോൾ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ചാണ്ടി എന്ന് പറയുന്ന ഒരു പിതാവിന്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ ചാണ്ടി എന്ന് പറഞ്ഞ പിതാവിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ഞാനൊരു വ്യക്തിയെ കാണാം. 56 വയസ്സുള്ള ഒരു വ്യക്തിയെ ഞാൻ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. ഈ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി തമ്പുരാൻ എടുക്കുന്നതായിട്ട് ഞാൻ കാണുവാണ്. ചാണ്ടിയുടെ ഭവനത്തിൽ 56 വയസ്സുള്ളൊരു വ്യക്തിയെ ഈ ചാണ്ടിയുടെ ഭവനത്തിന്റെ അകത്ത് ഞാൻ കാണുന്നത്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണോ ആ വ്യക്തിയെ തൊടുമ്പോൾ ആ കുടുംബത്തിന്റെ അകത്ത് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ആ കുടുംബത്തിന്റെ മേൽ ദൈവപ്രവൃത്തികളെ കർത്താവ് അയക്കുന്നല്ലോ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. 4 ചുറ്റും കെട്ടി അടച്ചതിനെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ ആ കുടുംബത്തിന്റെ അകത്ത് നന്മ പറഞ്ഞു. ബ്രദറെ, ചാണ്ടിയുടെ ഭവനം എന്റെ വീടാണ്. 56 വയസ്സ് എനിക്കാണ്. കർത്താവ് തൊടുക കേട്ടോ. ഇന്ന് അതിരുകളെ തമ്പുരാൻ ഇന്ന് വിസ്താരമാക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ നന്മ കൊണ്ട് നിറയട്ടെ. എന്നോട് കർത്താവ് ഉള്ളതിൽ പറയാം, 4 കോണും കെട്ടിവെച്ചിരിക്കുന്ന ഒരു അതിരിന്റെ അകത്തുനിന്നും തമ്പുരാൻ അതിനെ പൊളിച്ച് നടത്താൻ വേണ്ടി പോവാ. യെരൂശലേമിന്റെയും യഹൂദിയുടെയും ശമരിയുടെയും ഒക്കെ ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്ത് ശിഷ്യന്മാരെ അയച്ചതുപോലെ തമ്പുരാൻ അയക്കാൻ വേണ്ടി പോകട്ടോ. യേശുവിന്റെ നാമത്തിൽ. സിസ്റ്റർ, പിതാവിന്റെ പേര് ഇതാന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ട്? സിസ്റ്ററുടെ ഏജ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. യേശു ഉറപ്പിക്കുക കേട്ടോ. കർത്താവിന്റെ നാമത്തിൽ അതിരുകൾ വിസ്താരമാകട്ടെ. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തനങ്ങൾക്ക് നന്ദി. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൃപ നിറയട്ടെ. ഓരോ ഭവനത്തിന്റെ മേൽ ദൈവം തൊടുക. ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ശരീരത്തിന്റെ അകത്ത് ഈ കൈ മുട്ടിന്റെ അവിടെ വേദനയുള്ള ആൾക്കാരുണ്ടോ?
കൈയുടെ മുട്ടിന്റെ അവിടെ ഉണ്ട് പാസ്റ്റർ. ഒന്ന് കൈ എടുത്ത് വെച്ച്. വേദന ഉള്ളവരെല്ലാം കൈയെടുത്ത് വെച്ച്. യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയാം, ആ വേദനകൾ യേശു എടുത്തു മാറ്റി. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് കർത്താവിന്റെ അത്ഭുതം ഒന്ന് കാണണമെന്ന്? അവര് മാത്രം കൈയെടുത്ത് വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്ന, അപ്പൊ വേദനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന, ഇറങ്ങിപ്പോ ശരീരം വിട്ട്. ആ രോഗശക്തിയോട് കൽപ്പിക്കുന്ന, ഇറങ്ങട്ടെ യേശുവിനെ കൈവച്ച് പറഞ്ഞ്, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത്ഭുത സൗഖ്യം. ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ്. Oh, in the name of Jesus Christ. In the name of Jesus Christ. യേശുവേ, ശരീരത്തിന് മേലെ അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ, അങ്ങയുടെ അത്ഭുതം വ്യാപരിക്കുന്നല്ലോ. ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ. വേദന ഉണ്ടെന്ന് പറഞ്ഞവർ ചെക്ക് ചെയ്ത് എന്നാ വ്യത്യാസം ഒന്ന് ചെക്ക് ചെയ്തേ. ആ കൈ വെച്ച് ഇപ്പൊ പ്രാർത്ഥിച്ചവര് എത്ര പേര് പ്രാർത്ഥിച്ചായിരുന്നു? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. എന്നാ സിസ്റ്റർ മാറ്റം ഉണ്ടായത് പ്രാർത്ഥിച്ചതിന് ശേഷം? ഒന്ന് ചെക്ക് ചെയ്ത്. വേദനയുണ്ട്. കൈവച്ച് വേദന മാറുന്നത് വരെ കൈവച്ച്. ശരീരത്തിന്റെ അകത്ത് മാറ്റം വന്നവര് മാത്രം മ്യൂട്ട് മാറ്റിക്കുക. എന്റെ ശരീരത്തിന്റെ അകത്ത് ഇപ്പം പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണ്? എന്റെ കൈമുട്ട് വേദനയായിരുന്നു ബ്രദറെ, ഇപ്പൊ നല്ല കുറഞ്ഞു. ഇപ്പൊ മാറ്റമുണ്ട്. ഞാൻ പ്രാർത്ഥനയ്ക്ക് കയറുന്ന മുമ്പേ തൈലം ഇട്ടിട്ടാണ് ഇരുന്നത്. ഇപ്പൊ ശകലവും വേദനയില്ല. ഓ, യേശു തൊട്ടു. അടുത്ത ആള് നോക്കി. വേദന ഉണ്ടെന്ന് പറയുന്നവര് കൈ എടുത്ത് വെക്കണം. പറ. സോറി പറഞ്ഞു. എന്റെ ഷോൾഡറിന്റെ വേദനയായിരുന്നു, രണ്ട് കൈക്കും. ഇപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ വേദന പോയി. ഓ യേശു, അത്ഭുതം. അത്ഭുതമായ കൃപയ്ക്ക് നന്ദി അപ്പ. ഞാൻ പറഞ്ഞില്ല, സൗഖ്യം നമ്മുടെ അവകാശമാണ്. കൈവച്ചോണം. നന്ദി യേശു. ചെക്ക് ചെയ്ത്. അടുത്തയാൾ ചെക്ക് ചെയ്ത്. ശരീരത്തിന്റെ അകത്ത് ആ അത്ഭുത സൗഖ്യത്തെ സ്വീകരിക്കുന്നവര്, സൗഖ്യം എന്റെ അവകാശമാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു. എന്റെ കൈക്ക് ഇതുപോലെ കൈമുട്ടിന് വേദന ഉണ്ടായിരുന്നു. പാസ്റ്റർ പറഞ്ഞപ്പോ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോ സൗഖ്യം കിട്ടി. ഇപ്പൊ വേദനയില്ല പാസ്റ്റർ. ഇപ്പൊ വേദനയില്ല. എത്ര നാൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? ഇല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. ഇപ്പൊ സൗഖ്യമായി. ആ രോഗശക്തി വിട്ടുമാറിയിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ചെക്ക് ചെയ്ത്. സൗഖ്യം വ്യാപരിക്കുന്നവർ ചെക്ക് ചെയ്ത്. ഓ യേശു. എന്തോ? എന്റെ കാലിന്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് നല്ല തണുപ്പ്. ആ വേദന അവിടെ ഇല്ല. ഇപ്പോഴും തണുപ്പ് മാറി. കർത്താവിന്റെ അത്ഭുതം, ദൈവത്തിന്റെ സ്പർശനമാവട്ടെ തണുപ്പ് വന്നത്. ഗോഡ് ബ്ലസ് യു. ചെക്ക് ചെയ്തുകൊണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പറയാൻ നിൽക്കും. ഒരു സെക്കൻഡ്. സൗഖ്യമുള്ളവർ പറഞ്ഞോണേ. ബാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ബാലൻ. ഞാൻ ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണുന്നത്, ഈ വീടിന്റെ ഒരു അടയാളം കാണിക്കുക. വീടിന്റെ എതിർവശത്തായിട്ട് വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന മറ്റൊരു ആചാര സംബന്ധമായിട്ടൊരു സംഭവമാണ്. വാതുക്കെ തന്നെ എന്തൊക്കെയോ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന, നമുക്കറിയാമല്ലോ ചില വിശ്വാസത്തിന്റെ അകത്ത് ആൾക്കാർ ഇങ്ങനെ വീടിന്റെ മുമ്പിൽ ചില കാര്യം തൂക്കിയിടുമല്ലോ. അതേപോലെ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന, നമുക്കത് കാണാം. നിങ്ങൾക്ക് ആ വീടുമായിട്ട് പരിചയമുണ്ട്. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഇവിടെ തമ്പുരാൻ പറയുന്നു, ഈ ഭവനത്തെ ദൈവം ആ കുടുംബത്തെ വിടിവിക്കുവാൻ ഉപയോഗിക്കാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. ആ ബാലന്റെ ഭവനം, ബാലൻ എന്ന് പറയുന്നത് ഒഫീഷ്യൽ നെയിമാണോ അതോ വിളിപ്പലാണെന്ന് എനിക്കറിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഈ പറഞ്ഞൊരു അടയാളം ഈ കാണുന്ന ഭവനത്തിലുണ്ട്. കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ, യേശുവിന്റെ നാമത്തിൽ, ഈ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു വീടാണ് ആ കുടുംബം. ഇപ്പോൾ തന്നെ ബാലന്റെ ഭവനം ഏറ്റെടുത്തോണേ. കർത്താവിന്റെ പ്രവർത്തിക്ക് വേണ്ടി പറഞ്ഞു. ബാലൻ എന്ന് പറയുന്നത് എന്റെ അനിയത്തിന്റെ വീടിന്റെ തൊട്ട് മുമ്പിലുള്ള വീടാണ്. ബാലൻ എന്ന് പറഞ്ഞ ആളുടെ വീട്. അപ്പൊ എന്റെ അനിയത്തിന്റെ വീട്ടിൽ അതേപോലെ ഈ കയറി വരുന്നവർക്ക് ഇങ്ങനെ ഈ മണി തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു ചുറ്റി ഇങ്ങനെ കിടക്കുന്ന സാധനം അതിൽ തൂക്കിയിട്ടുണ്ട്. അതിലാണ് വെല്ലടിക്കുന്നതിന് പകരം അവർ മണി അടിച്ചിട്ടാണ് കയറി പോകുന്നത്. ഇതല്ല ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ ഒന്ന് സിസ്റ്റർ വെയിറ്റ് ചെയ്യണം. മറ്റൊരാളോട് പറയാൻ വന്ന ആരായിരുന്നത്? എന്റെ ഹസ്ബൻഡിന്റെ പേര് ബാലകൃഷ്ണൻ.
ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് ബെല്ലല്ലാതെ ഈ ഒരു സംഭവം ഇങ്ങനെ നമ്മൾ മനസ്സിലായല്ലോ, മറ്റൊരു മതത്തിന്റെ ഒരു സംഭവമുണ്ട്. കണിക്കൊന്നേന്റെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേറി വരുന്ന സ്ഥലത്ത്. അത് ഞാൻ പറഞ്ഞത്, അത് യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി കർത്താവ് പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. യേശുവേ നന്ദി. കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. എൻ്റെ കൂടെ പറഞ്ഞോണ്ട് എനിക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയും. എനിക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. പിമ്പിലുള്ളതിനെ മറന്നേ പറ്റത്തുള്ളൂ. മുമ്പിലെ ലാക്കിലേക്ക് എനിക്ക് ഓടിയേ പറ്റത്തുള്ളൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ തൊടുക, കർത്താവ് തൊടുകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശുവേ പരിശുദ്ധാത്മാവേ കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഈ കരോട്ടെന്ന് പറഞ്ഞ ഒരു വീട്ടുപേര് ഞാൻ കണ്ടു. കരോട്ട് എന്ന് പറഞ്ഞ ഒരു വീട്ടുപേര്, അത് പൂർണ്ണമാണെന്ന് എനിക്കറിയത്തില്ല പേര്, പക്ഷെ കരോട്ട് എന്നുള്ള വീട്ടുപേര്. ഇതിന്റെ ഒരു പൊസിഷൻ ഞാൻ കാണുന്നത് ഈ ടാറിട്ട റോഡല്ലാതെ ഒരു മൺവിട്ട പോലത്തെ ഒരു സ്ഥലം, ഇതിന്റെ ഈ വീടിന്റെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ടൊരു വഴി ഞാൻ കാണുക. മണ്ണ് കൊണ്ടുള്ള ഒരു തിട്ടയുള്ള ഒരു വഴി ഇത് ഞാൻ കാണുക. ബ്രദറെ, അത് എന്റെ മമ്മിയുടെ കൊച്ചച്ഛന്റെ വീട്ടുപേരാണ് കരോട്ട് എന്നുള്ളത്. ഈ പോകുന്ന വഴി സിസ്റ്റർ ഞാൻ കാണുന്ന അതുപോലെ തന്നെയാണ്, ഇതുപോലെ തന്നെയാ ഈ സ്ഥലം. ഞാൻ സിസ്റ്റർ ഇന്ന് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. മമ്മിയുടെ ആരാ? മമ്മിയുടെ കൊച്ചച്ഛൻ മരിച്ചുപോയി. അവരുടെ വീടായത്? അതെ അതെ. മമ്മി അവിടെയാണോ ജനിച്ചതൊക്കെ അതോ? അല്ല, മമ്മിയുടെ വീട് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റാ മമ്മിയുടെ വീട്? അതെ. ഓ ജീസസ് ക്രൈസ്റ്റ്. ഈ കരോട്ട് എന്നുള്ളത് ഈ രണ്ടുപേരുടെയും പേരാണോ അതോ ഈ വീട്ടുകാരുടെ മാത്രം പേരാണത്? മമ്മിയുടെ വീട്ടുപേര് അവരുടെ മാത്രം പേരാണ് കരോട്ട് എന്നുള്ളത്. ഓ യേശുവിന്റെ നാമത്തിൽ. മമ്മിയുടെ വീടിന്റെ പറയണ്ട മണ്ണൂർ. പറയണ്ട ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ കൊണ്ടുവന്ന പലതും പറയണ്ടെന്ന് പറഞ്ഞ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തുമ്പോൾ നമ്മളത് പറഞ്ഞിട്ടാണ് പറയേണ്ടെന്ന് ആൾക്കാർ ചിന്തിക്കേണ്ട. അതുകൊണ്ടാണ് ഇന്ന് കർത്താവിനെ കാണിക്കുന്ന കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഒരു കാര്യത്തെ കർത്താവ് ഇന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോവാ. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ നന്മ തമ്പുരാൻ കാണിക്കും. കുടുംബമായിട്ട് മൊത്തം ചുറ്റിച്ചു കിടക്കുക. ഇപ്പം ചുറ്റിച്ചു കിടക്കാന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഞാൻ കാണുന്നത് ഈ ഒരു ഭവനം, കരോട്ട് എന്ന് പറഞ്ഞ ഭവനത്തിന്റെ അകത്തു നിന്നും ഒരു ചരട് വലിച്ചിരിക്കുന്നത് പോലെ 4 വീടുകളെ കണക്ട് ചെയ്തിട്ടിരിക്കുക. ഈ 4 ഭവനങ്ങളെ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ആ കുടുംബത്തിന്റെ അകത്ത് ഞാൻ കാണുന്നത് 4 വ്യക്തികളെ ഞാൻ കാണുക. 4 വ്യക്തികളെ കാണുന്നത് ഈ 4 കുടുംബത്തിന്റെ അകത്ത് ഒരു വ്യക്തിയുടെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രായം ചെന്ന് മരിച്ച ഫോട്ടോയല്ല, എന്നാ നമ്മൾ അല്ലാത്തൊരു ഫോട്ടോ, പ്രായം ചെന്ന് മരിച്ച ഫോട്ടോയല്ല, അല്ലാത്തൊരു ഫോട്ടോ ഉള്ള ഒരു ഭവനമുണ്ട് ഈ 4 വീടിന്റെ അകത്തുനിന്നും. ഞാൻ ആ വീട് ഈ കരോട്ട് എന്ന് പറഞ്ഞ വീട്ടിലെ ഏറ്റവും ഇളയ മാമൻ ബോംബെയിൽ ജോലിക്ക് എന്റെ പൊടിപ്രായത്തില് 20-21 വയസ്സെങ്ങാണ്ട് കാണും മാമൻ. അന്ന് ഇങ്ങനെ ആക്സിഡന്റ് പറ്റി മരിച്ചായിരുന്നു. ഓ യേശുവേ, ഈ ഭവനമാണ് ഈ കാണുന്ന ഫോട്ടോ ഉള്ള ഭവനം അല്ലേ? ഞാൻ ഇപ്പൊ എന്റെ ഉള്ളത്തെ കർത്താവ് എന്നെ ഭവനത്തെ കൊണ്ട് നിർത്തിയ കൊണ്ടാൻ ചോദിച്ചത്. ഞാൻ ഈ ഫോട്ടോയെ കാണും. അതുകൊണ്ട് വെച്ച് പ്രായമായ ഫോട്ടോ എടുത്തു പറഞ്ഞ കാര്യം അതാ. 4 വീടുകളെയും ഒരേപോലെ ചരട് വലിച്ച് കെട്ടി നിന്നത് ഇപ്പം കരോട്ട ഭവനത്തിൽ നിന്ന് പൊട്ടുമ്പോ യേശുവിന്റെ നാമത്തിൽ മുഴുവൻ ഭവനത്തിന്റെ മേലും അതിന്റെ ശക്തി അടിക്കും. ഓ യേശുവേ, സകല ശാപങ്ങളെയും ആത്മാവിൽ വെട്ടിമാറ്റുന്ന പെടുമരണങ്ങൾ, അത് നിമിത്തമുണ്ടായ നഷ്ടങ്ങൾ, മണ്ണിന്റെ പേരിലുള്ള യുദ്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ കാൽപ്പിക്കുന്നപ്പ. ഓ യേശുവേ, സർപ്പത്തെ സ്വപ്നം കാണുകയും സർപ്പവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവെ ഇന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ആത്മാവിൽ നിന്ന് ഞാൻ ബ്രേക്ക് ചെയ്യുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ. ഓ ഇന്ന് ദുഷ്ട പിശാച് തകരുക കേട്ടോ. ഓ യേശുവേ, നന്ദി കർത്താവേ. ചെങ്ങലക്കിടാൻ നിൽക്കുന്നതിനെ ഇപ്പോൾ ഞങ്ങൾ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഓ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ അവിടുത്തെ മൂത്ത കുഞ്ഞമ്മ രണ്ടാമത്തെ കൊച്ചിന്റെ ഡെലിവറി കഴിഞ്ഞപ്പോ മുതലേ മാനസികമായിട്ട് പ്രശ്നമാണ്. ഒരു 10-26 വയസ്സെങ്ങാണ്ടായി. അതാണ് ഈ ചെങ്ങലക്കിടാന്ന് കാണിച്ചതല്ലേ? ഓ എന്റെ യേശു, മാനസിക മെന്റലി ഒരു ഇതിലാണ് നിൽക്കുക. കണ്ടോ, ശാപത്തെ കർത്താവ് തൊടുവായിരുന്നു കേട്ടോ.
ബ്രദർ പറഞ്ഞത് കറക്റ്റ് ആണ്. 4 ചങ്ങല വലിച്ചിരിക്കുന്ന അവര് 5 മക്കളായിരുന്നു. അഞ്ചാമത്തെ മാമന മരിച്ചത്. ഓ ഇപ്പൊ 4 പേരുണ്ട്. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അടുത്തതിനെ ഓരോന്നിനെ കുടുംബത്തിന്റെ അകത്ത് ടാർജറ്റ് ചെയ്ത് അതില് നിൽക്കുന്നത് 2 പേര് മരിച്ചുപോയി. ഒരു കുഞ്ഞമ്മ ഒരു 16 വർഷത്തിന് മുന്നേ പെട്ടെന്ന് സൈലന്റ് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഓ രണ്ടാമത്തെ കുഞ്ഞമ്മ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അനർത്ഥങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് വിട്ടൊഴിയാൻ നിൽക്കുന്നതിന്റെ കാരണം മനസ്സിലായി. ഇപ്പം പിന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് വിവേചനവരം. നമ്മൾ നോക്കുമ്പോൾ എന്താ മാനസികമായിട്ട് ബുദ്ധിമുട്ട്, പെടുമരണങ്ങൾ, നമുക്ക് എന്തൊക്കെയോ കാരണമുണ്ട്. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല സർപ്പശക്തികളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ദുഷ്ടപിശാചെ, പാമ്പുകളെയും തലകളെയും ശത്രുവിന്റെ സകലത്തെയും ചേർന്ന് നമുക്ക് അധികാരമുണ്ട്. കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുടെ കുടുംബം വിട്ട്. ഓ തമ്പുരാൻ തൊടുക കേട്ടോ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളത്തിൽ കർത്താവിന്റെ ഉള്ളത്തിൽ പറഞ്ഞൊരു സജീനെ ദൈവം തൊടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ദൈവത്തിന്റെ വലിയ സജ്ജിയാണോ? അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ആ വ്യക്തിയെ ഇതിന്റെ കൂട്ടത്തിൽ തമ്പുരാൻ തൊടുക. ഓ യേശുവേ, അമ്മ ഞങ്ങൾ റിലീസ് ചെയ്ത് എന്റെ പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡിന്റെ ഒഫീഷ്യൽ നെയിം സജീവ് എന്നാണ്. വീട്ടിൽ വിളിക്കുന്ന സജി എന്നാണ്. സജീവൻ അല്ലേ? ഓ യേശുവേ, ഇൻ ദ സജീവ് നെയിം ഓഫ് എന്നാണ് ജീസസ്. ഒഫീഷ്യൽ നെയിം. സജി എന്നാ വീട്ടിൽ വിളിക്കുന്നത്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് തമ്പുരാൻ തൊടുക കേട്ടോ. ആ വ്യക്തിയെയും ബാധിക്കാൻ നോക്കുന്ന സകലത്തെയും ആത്മാവെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. തമ്പുരാൻ തൊടുന്ന കൃപയ്ക്ക് നന്ദി. ആമേൻ പറഞ്ഞു സ്വീകരിച്ച സിസ്റ്ററെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ, പരിശുദ്ധാത്മാവേ. സിസ്റ്ററെ, ഈ കാര്യം വല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? ഒന്നും പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ നാമത്തിൽ ജനം കേൾക്കട്ടെ, യേശുവിനത് ജാതകൾ ഞാന് കേൾക്കട്ടെ. എന്നും ഉം. എന്റെ മമ്മിയുടെ കുടുംബത്തിനകത്തായാലും പപ്പയുടെ കുടുംബത്തിനകത്തായാലും ഭയങ്കര അനർത്ഥങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഞാൻ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കാം അവരുമായിട്ട് എല്ലാം ഓരോ വ്യക്തികളുടെ ഹൃദയത്തിൽ ഇടപെടണേ. ഓ യേശു തൊട്ട് കേട്ടോ. കർത്താവ് പ്രാർത്ഥന കേട്ടു. ദിവസവും പ്രാർത്ഥിക്കും. ഓ തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ തൊട്ട് കർത്താവ് ഇന്ന് ഉറപ്പിക്കുക. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തകൾക്കായി നന്ദി. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ കൃപ ആ തടസ്സങ്ങൾ ഇന്ന് കർത്താവ് സ്പർശിക്കുക. ദൈവം നിങ്ങളെ വിടുവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ കണ്ട കർത്താവ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാന് ബ്രദർ ഇപ്പൊ മുട്ട് വേദന ഉള്ളവരുടെ കാര്യം പറഞ്ഞില്ലേ? എനിക്ക് ശനിയാഴ്ച തന്നെ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി ഞാൻ അന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. പക്ഷെ ആ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ഇവിടെ തണുപ്പായതുകൊണ്ട് 4 മണി കഴിഞ്ഞാൽ സെറ്റർ ഇടാതെ നിൽക്കാനും പറ്റത്തില്ല. ആ മുറിവിന്റെ ആ ഒരു വേദനയുണ്ട്. മുട്ടുവേദന മാറിയായിരുന്നു. ഓ ഇന്ന് കൽപ്പിച്ചോ സിസ്റ്റർ? കൈവച്ചിട്ട് പറ, യേശുവിന്റെ അടിപ്രകാരം എനിക്ക് വേദന പൂർണ്ണ സൗഖ്യം വന്നു. കൈവച്ച് കൽപ്പിച്ചോണം. കർത്താവിന്റെ അത്ഭുതം അവിടെ വെളിപ്പെടും കേട്ടോ. നന്ദി യേശുവേ. കർത്താവിന്റെ പ്രവർത്തി എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് ദൈവത്തിന്റെ നിങ്ങൾ കേട്ടെ, പരിശുദ്ധാത്മാവ് ഇന്ന് എവിടെ നിന്നാണ് തുടങ്ങിയത്? കരോട്ടെന്ന് പറഞ്ഞൊരു വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് ആരംഭിച്ചതാണ്. ഇന്ന് ആ ഭവനത്തിന്റെ അകത്തൊരു വിടുതലിനെ ദൈവം ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രാർത്ഥനയോടെ ഇരിക്കണം. തുടങ്ങിയത് ഇവിടെ നിന്ന് ഒരു വീട്ടുപേരിന്ന് ആ സ്ഥലത്തെ കർത്താവ് വെളിപ്പെടുത്തി. ആ ഭവനത്തിൽ ദൈവം കൊണ്ടുപോയി. ആ ഭവനത്തിന്റെ അകത്ത് ഇരിക്കുന്ന കാര്യങ്ങളെ തമ്പുരാൻ വെളിപ്പെടുത്തി. ഇതിനെല്ലാത്തിൻ്റെയും കാരണത്തെ തമ്പുരാൻ നീക്കുക. ഇതാണ് വിവേചനവരം. ഓ ഹല്ലേലൂയ. യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവേ ആ കൃപകൾ ഇന്ന് ഞങ്ങളുടെ മേൽ ചൊരിയട്ടെ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ ഞങ്ങൾ ഇപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുക. അതൊരു പ്രത്യേക ഒരു ഡിസൈൻ പോലെ അതിൻ്റെ ഒരു ഭവനം. അതായത് വീടിൻ്റെ ഹോളിലോട്ട് കയറി വരുന്നിട്ട് അടുക്കളയിലോട്ട് ആ വീടിൻ്റെ ഇറങ്ങണമെങ്കിൽ ഒരു താഴ്ച, അതായത് നമ്മളൊരു സ്റ്റെപ്പ് ഇറങ്ങുന്നത് പോലെ ഹോളിൽ നിന്നും ആ അടുക്കളയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം ഇറങ്ങാൻ. അതോടൊപ്പം തന്നെ ഈ ഹോളിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരു മുറിയിൽ ആ ഒരു കട്ടിലിൻ്റെ അടിയിൽ ഒരു പെട്ടി ഇരിപ്പുണ്ട്. നമ്മുടെ ബാഗല്ല, പെട്ടി. നമ്മുടെ പെട്ടി മനസ്സിലായല്ലോ, പെട്ടി ഇരിപ്പുണ്ട്. ബാഗ് ടൈപ്പ് അല്ല, പെട്ടി ഇരിപ്പുണ്ട്. ഈ പെട്ടി ഇരിക്കുന്ന ഈ മുറിയിൽ തന്നെ അതേ ഭിത്തിയിൽ തന്നെ പഴയ ടൈപ്പ് ഈ നമ്മുടെ തടി കൊണ്ടുള്ള പലക കൊണ്ടുള്ള ഒരു ഭിത്തി അലമാരിയുള്ള ഒരു ഭവനമാണ് ഞാൻ ഈ കാണുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി ഇന്ന് എൻ്റെ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്ന ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. ഈ ലോക്ക് പോലെ കിടക്കുന്ന ഒരവസ്ഥയാണ് ആ ഭവനം. ലോക്ക് പോലെ
ഊരാക്കുടുക്കെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ലോക്ക് വീണിരിക്കുന്നത് പോലെയാണ് ആ ഭവനത്തിന്റെ അകത്തെ വിഷയം. ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ആ ഭവനത്തിന്റെ അകത്ത് സ്വസ്ഥത വെളിപ്പെടാൻ വേണ്ടി പോവാ. ഈ അടയാളം ഉള്ള ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ എന്റെ കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ ഭവനത്തിന്റെ മേൽ സംഭവിക്കുന്നല്ലോ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമുള്ള ഭവനമാണെങ്കിൽ, നമ്മളെ സ്വാതന്ത്ര്യത്തിന് ഉള്ളവരാണെങ്കിൽ ഏറ്റെടുത്തോണെ. കർത്താവ് ഇന്ന് ആ ഭവനത്തെ തൊടാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ്. പറഞ്ഞു സിസ്റ്ററെ. ഞങ്ങളുടെ തിണ്ണയുടെ അപ്പുറത്തെ മുറിയിലൊരു കറുത്ത പെട്ടി ഇരിപ്പുണ്ട്. അതിന് ഇപ്പുറത്തെ ഒരു തടിയലമാരിയുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള അടയാളങ്ങളെല്ലാം കുടുംബത്തിന്റെ അകത്ത് യേശുവിന്റെ നാമത്തിൽ നിന്ന് സ്വീകരിച്ചോ. കർത്താവ് ഇന്ന് ഭവനത്തിന്റെ മേൽ പൂട്ടുകളെ അഴിക്കുന്നത് പോലെ ഒരു കാഴ്ച ഞാൻ കേൾക്കുക. പൂട്ടുകളെ അഴിക്കുന്നത് പോലെ. പരിശുദ്ധാത്മാ. എന്റെ വീട്ടിൽ അങ്ങനെയാണ്. ഒരു അടുക്കള ഭാഗത്തോട്ട് ഇറങ്ങുന്നത് ഒരു പടി ആയിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ്. ബെഡ്റൂമിന്റെ അടിയിലായിട്ടല്ല, സൈഡിലായിട്ട് ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ചുമരലമാരയുണ്ട്. ഈ പറഞ്ഞ പോലെ രണ്ടുപേർക്കും ഒരേ അടയാളം ഉള്ളവരാണോ? ഉള്ളവരാ. ഇനി കേട്ടെ, ഞാൻ എൻ്റെ ഉള്ളത്തിലേക്ക് പറഞ്ഞു. ജനുവരി മാസമായിട്ട് എന്നെ കണക്ഷൻ ഉള്ളത് ഈ ഭവനത്തിന്. ജനുവരി മാസം ഞാൻ ഈ ഭവനങ്ങളുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ജനുവരി എന്നുള്ള മാസം എൻ്റെ ഉള്ളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ജനുവരി മാസം ഇതിങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഉള്ളത്തിലേക്ക്. ഇങ്ങനെ ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു പ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവേ, ഈ പറഞ്ഞ വീടിനുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഈ പറയുന്നത്. അതെ ബ്രദറെ, ഇറങ്ങുമ്പോ കുറച്ച് അടുക്കളയില് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം വെളിയിലോട്ട്. പിന്നെ പറഞ്ഞ റൂമില് പെട്ടി വന്നിട്ട് അടിയിലല്ല, സൈഡിൽ ഒരു സൂട്ട് കേസ് പോലെ ഉണ്ട്. പിന്നെ ഒരു തടി അലമാര, പണ്ടത്തെ ഒരു അലമാര. പിന്നെ ഞങ്ങള് പ്രശ്നത്തിലാണ് കടന്നു പോകുന്നത്. ജനുവരി മാസം സിസ്റ്റർ എന്തായിരുന്നു കണക്ഷൻ? ജനുവരി മാസം എന്റെ ബർത്ത്ഡേ ആണ് വരുന്നത്, 18-ാം തീയതി. സിസ്റ്റർ ആ ഭവനത്തിന്റെ അകത്താണ് ഇപ്പൊ ഉള്ളത്. അതെ. ഇന്ന് പൂട്ടുകൾ തമ്പുരാൻ അഴിക്കുവാന്നാ പറഞ്ഞത്. ഊരാ കുടുക്കുകൾ. യേശു ഇന്ന് പ്രതിസന്ധി അഴിയോ കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് സ്വീകരിച്ചോ, വിടുതൽ സ്വീകരിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് എന്റെ ഉള്ളത്തിൽ തമ്പുരാൻ പറയുക, മേൽത്തരമായത് വെളിപ്പെടാൻ വേണ്ടി പോവാ. യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല. ഇന്ന് ഈ അടയാളങ്ങളെല്ലാം കർത്താവ് വെളിപ്പെടുത്തുമ്പോ ഓർത്തെ, അടയാളങ്ങളെല്ലാം വെളിപ്പെടുത്തുമ്പോ നമ്മളെ ഉറപ്പിക്കുക, ഊഹാപോഹങ്ങളല്ല. സിസ്റ്ററെ, ഞങ്ങളെ വീട്ടിൽ വന്ന് ഇത് മൊത്തം കാണാൻ എന്തേലും വഴിയുണ്ടോ? എന്തേലും വഴിയുണ്ടോ? കർത്താവ് നമ്മളെ ഉറപ്പിക്കുന്നത് കണ്ടോ? ആ ഊരാ കുടുക്കിന് തമ്പുരാൻ, ഇത് വിഷയം തമ്പുരാൻ അത് ഊരാ കുടുക്കിനെന്ന് പുറത്തു കൊണ്ടുവരാം. നിങ്ങൾ ശ്രമിച്ചിട്ട് നേരെയാക്കാൻ പറ്റാത്ത, നേരെയാകാതെ, ഉയരാൻ കഴിയാതെ തടസ്സത്തെ തമ്പുരാൻ തൊടുക കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സിസ്റ്റർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പൊ നിറയെ കേട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ സ്തുതി. എല്ലാവരും അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് കർത്താവേ അങ്ങയുടെ കൃപയ്ക്കായി. സമയം നമുക്ക് ഒത്തിരി മുന്നോട്ട് പോയി. വേഗത്തിൽ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരും എല്ലാം കരയെടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വലിയൊരു ഫിനാൻഷ്യൽ ഡോർ തുറക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. യേശുവേ, ഒരു ഫിനാൻഷ്യൽ ഡോർ തുറക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ 1983 സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ ഫിനാൻഷ്യൽ ഡോർ, കുരുക്കിന്റെ അകത്തുനിന്നും കർത്താവ് ഒരു ഫിനാൻഷ്യൽ ഡോർ തുറക്കാൻ വേണ്ടി പോവാ. ആ ഭവനത്തിന്റെ അകത്തുനിന്നും രാജ്യങ്ങളുടെ നന്മയെ പ്രവേശിപ്പിക്കാൻ വേണ്ടി പോവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ജനിച്ച വ്യക്തി ഏതാണോ യേശുവിന്റെ നാമത്തിൽ, ആ കുടുംബത്തിൽ ആരാണോ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണെ, വർധനവുണ്ടാകാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം
ഫസ്റ്റ് എന്റെ ബർത്ത്ഡേ 1983 സെപ്റ്റംബർ. ഓ, സ്വീകരിച്ചു. വലിയൊരു ഫിനാൻഷ്യൽ ഡോർ തുറക്കാൻ വേണ്ടി പോയി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ ഉള്ളത്തെ കർത്താവ് പറഞ്ഞത് കര പറ്റാൻ വേണ്ടി പോവാ, കര പറ്റാൻ വേണ്ടി. ഈശാന മോലിനടിച്ച് തകർന്ന പടക് കര പറ്റിയതുപോലെ യേശുവിന്റെ നാമത്തിൽ കര പറ്റാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ ഒരുമിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. രോഗികളായി ഭാരപ്പെടുന്നവരും ഫിനാൻഷ്യൽ ബ്രേക്ക് തുടിക്കുന്നവരും ഏതെങ്കിലുമൊക്കെ ആലോചന വരുമ്പോൾ ശ്രദ്ധിച്ചിരുന്നോണം. ചാടി പിടിച്ചോണം. യേശുവേ നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പ. യേശുവിന്റെ നാമത്തിൽ എന്നുള്ളത് കർത്താവ് പറഞ്ഞ അരുണെന്ന് പറയുന്ന ഒരു തലമുറയുള്ള ഭവനത്തിൽ ഒരു അനിയത്തിയുണ്ട്. ആ മകളുമായിട്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു അടയാളം കാണിക്കുന്നു. ഈ അരുണ്ട ഭവനത്തിൽ, ഈ പെൺ തലമുറയുള്ള ഭവനത്തിൽ, ജൂലൈ മാസം ജനിച്ച ഈ തലമുറയുള്ള ഭവനത്തിൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഈ സമയത്ത് ദേഹത്ത് വേദന ഉള്ളവര്, രോഗത്താൽ ശരീരത്തിൽ മുഴകളുള്ളവര്, ഏത് വലിയ മുഴയായിക്കോട്ടെ, നീരായിക്കോട്ടെ, ഇനി അവയവമില്ലാത്തതായിക്കോട്ടെ, കൽപ്പിച്ച് യേശു പറഞ്ഞതുപോലെ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ കർത്താവേ, എൻ്റെ യേശു എനിക്ക് അധികാരം തന്നിട്ടുണ്ട് രോഗികളുടെ മേൽ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങൾ ചെയ്യുവാനും മരിച്ചതിനെ ഉയർപ്പിക്കുവാനും കർത്താവിൻ്റെ വീര്യപ്രവർത്തനം ചെയ്യുവാനും കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. എല്ലാവരും കൽപ്പിച്ചിരുന്ന വേദന വിട്ടുമാറുക. ആ കുടുംബത്തിൻ്റെ അകത്തുനിന്നും മദ്യപാനത്തിൻ്റെ ദുരാത്മാക്കൾ വിട്ടുമാറുക. കുടുംബത്തിൻ്റെ അകത്തുനിന്നും ശാപങ്ങൾ യേശുവിൽ ബ്രേക്ക് ചെയ്യുന്നപ്പ. ഓ യേശുവെ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. നന്മയുണ്ടാകട്ടെ. എന്നോടത് കർത്താവ് ചില വീട്ടമ്മമാരോട് ഇങ്ങനെ കൈമാറാൻ പറയുക. ഭവനത്തിൻ്റെ അകത്തിരുന്ന് തന്നെ നന്മകളെ അവകാശമാക്കുന്ന ചില മേഖലകൾ തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോവുക. ഭവനത്തിൽ ആർക്കും കിട്ടാത്തത്, ആർക്കും ലഭിക്കാത്ത നന്മകളെ വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് അതിനെ തുറക്കുന്ന രീതിയിൽ ആ ശറാഫാത്തിലെ വിധവയുടെ മേൽ ജീവിച്ച് തുറന്നതുപോലെ നന്മകൾ ഇന്ന് തുറക്കാൻ വേണ്ടി പോവുക. ഇന്ന് കുടുംബത്തിൻ്റെ അകത്ത് അച്ചായനും മക്കളും ഒക്കെ അതിശയിക്കുന്ന രീതിയിൽ ചിലരുടെ ജീവിതത്തിൽ നന്മ നിറയും. നിനക്കിതെങ്ങനെ ലഭിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്താൽ അങ്ങനെ വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് തന്നെ നന്മകളെ തുറക്കുന്ന ഒരു മേഖല. ഓ, അങ്ങനെ ചില വരുമാന മാർഗങ്ങൾ തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോവുക. സ്വീകരിച്ചു യേശുവിന്റെ നാമത്തിൽ. ഓ റസെറ്റേരി, യേശുവിന്റെ നാമത്തിൽ രോഗശക്തികളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരുന്തിങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു ഡോള്, അത് ഞാനൊരു ഭവനത്തിൽ കാണുക. ആ ഭവനത്തിൻ്റെ അകത്ത് അതൊരു അടയാളമായിട്ട് കാണും. അതിൻ്റെ അകത്ത് ഞാൻ കാണുമ്പോൾ തന്നെ എന്നെന്ന് പറയുന്ന ഒരക്ഷരമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പേര് കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, ഞങ്ങൾ ഇന്ന് കൽപ്പിക്കുന്നപ്പ, ഭവനത്തിൻ്റെ മേൽ തീ കത്തട്ടെ അപ്പ, ശരീരത്തിൻ്റെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പ, അത്ഭുത വിടുതലിനെ കൽപ്പിക്കുന്നപ്പ, അത്ഭുത സൗഖ്യത്തെ ഇപ്പൊ കൈവച്ച് യേശുവിനെ കൈയെടുത്ത് വെച്ച് രോഗികളായി ഭാരപ്പെടുന്നവരെ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, കർത്താവെ, ഞങ്ങളുടെ അടിപ്പിണരുകളാൽ ഇന്ന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് രോഗസൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചത് കൊണ്ട് രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. വേദന വേരോടെ പറഞ്ഞു മാറുക. ആ മുഴകൾ ശരീരത്തിൽ നിന്നും അപ്രതീക്ഷമാകുക. ഇപ്പോൾ തന്നെ വേദനകൾ, നടക്കാൻ കഴിയാത്ത, ഓടാൻ കഴിയാത്ത, കൈകൾ തിരിക്കാനും ചലിപ്പിക്കാനും കഴിയാത്തത്, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞത്, കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതാക്കി കളഞ്ഞത്, ചെവിയുടെ കേൾവി നഷ്ടപ്പെടുത്തിയത്, ഊമനാക്കി വെച്ചിരിക്കുന്നത്, എല്ലാ രോഗശക്തികളും ഇപ്പോൾ ഇറങ്ങിപ്പോവുക ശരീരം വിട്ട്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഭാവി തുറക്കുക. സർജറികൾ നീങ്ങിപ്പോകുക. യേശുവിന്റെ ജപ്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങളുടെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പം കൃപ വ്യാപരിക്കുന്നല്ലോ. ഡോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. കുടുംബത്തിന്റെ മേൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഡോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ തമ്പുരാൻ തൊടുക. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് തമ്പുരാൻ ഇങ്ങനെ ഒരു അടയാളത്തെ കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു കാര്യം 1979 ഒരു ജനനം സംഭവിച്ച ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നായിട്ട് പറയുക. യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, കൃപ വരുകട്ടെ. കുടുംബത്തിന്റെ മേൽ വിടുതലുകളെ കൽപ്പിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹാലേലൂയ. യേശുവേ, ഒരു ജാനകിയുടെ തലമുറയെ മോളെ തമ്പുരാൻ തൊടുവാന്ന് പറയുന്നത്. ജാനകിയുടെ മോളെ തമ്പുരാൻ തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഓഹോ, യേശുവിന്റെ നാമത്തിൽ പറയാൻ വേണ്ടിയാണ്. ജാനകി എന്റെ അമ്മേന്റെ അമ്മയാണ് ജാനകി.
ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് സ്വീകരിച്ചോ. ഈ സമയത്ത് വേദനകൾ വിട്ടുമാറുന്നു കേട്ടോ, രോഗശക്തികൾ വിട്ടുമാറുന്നു, സകല നുഖങ്ങളും ഒടിഞ്ഞു മാറുന്നു. യേശു, എനിക്ക് ഈ PCOD പോലെയുള്ള ഈ എന്തോ ഒരു രോഗം, ആ ബുദ്ധിമുട്ടുള്ള വ്യക്തി അത് കൈയെടുത്ത് വെച്ചു ശരീരത്തിന്റെ മേൽ, PCODയുടെ ബുദ്ധിമുട്ടുള്ളത് രോഗം, നമുക്കറിയാം. ആ ബാലൻസ് ഇന്ന് ആ ഹോർമോണുകളുടെ മേലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിങ്. ഓ യേശുവിന്റെ നാമത്തിൽ റിസൾട്ടുകൾ കർത്താവ് ചെയ്യുക. ഓ യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് അനോയിന്റിംഗ്, രോഗശക്തികൾ വിട്ടുമാറുന്നു, രോഗത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറുന്നു. കർത്താവെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകുക. സാമ്പത്തികമായി കുരുങ്ങി കിടക്കുന്നത് കുരുക്കുകളെ കർത്താവ് അഴിച്ചുവിടുന്നു. പറഞ്ഞു. നേരത്തെ പറഞ്ഞില്ലേ ഒരു പരുന്തിന്റെ പിക്ചർ ഉള്ളത്, അതുപോലെ തന്നെ എൻ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന എന്റെ പേരാണ് നെൽസൺ എന്നാണ് എന്റെ പേര്. അത് പരുന്ത് പറയുന്നത് പിക്ചർ ആളി തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് കർത്താവ് ഭവനത്തെ വിടിവിക്കുക ബ്രദറെ. എന്നൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി പോട്ടെ, ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ ആ ബ്ലോക്കുകളെ കർത്താവ് നീക്കുക കേട്ടോ. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ ഇന്ന് ഓരോ വ്യക്തികളെ അങ്ങ് തുടർന്നില്ല. അത്ഭുതങ്ങൾക്ക് നന്ദി. അപ്പൊ അത്ഭുത രോഗസൗഖ്യം വ്യാപരിക്കുന്നു. പറഞ്ഞു. ഡോൺ എന്ന് പറയുന്നത് എന്റെ ചേച്ചിയുടെ മോനാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. ഏറ്റെടുത്തോട്ടെ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബ്രേക്ക് ത്രൂ, ഫിനാൻഷ്യൽ ബ്രേക്ക്, നന്മ 2026 മറവിടങ്ങളുടെ ഗുപ്തനിധികളുടെയും ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും തുറക്കുന്ന വർഷമാണ്. അത് കയ്യിലോട്ട് വരുന്ന വർഷമാണ്. പറഞ്ഞ എൻ്റെ കൂടെ പറ, വാരി വിതറി ഞാൻ കൊടുക്കും, വായ്പ മേടിക്കത്തില്ല. പറഞ്ഞേ, വാരി വിതറി ഞാൻ കൊടുക്കും, വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ച ഒരു പോഷനെ പോലെ സ്വീകരിക്കുക. അസാധ്യങ്ങളെ നോക്കണ്ട, അവിശ്വാസത്തിന്റെ എല്ലാം എടുത്തു കളഞ്ഞിട്ട് കർത്താവിലുള്ള വീര്യപ്രവർത്തികളെ സ്വീകരിച്ച് നന്മയ്ക്കായി നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്, സാക്ഷ്യത്തിന്റെ സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ പ്രാർത്ഥിക്കുന്നു. മാർച്ച് മാസത്തിലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിമിഷം 2 മാസം കൂടി ഉള്ളൂ. വിതയ്ക്കുക. എത്ര പേര് വിതയ്ക്കുന്നുണ്ട് കർത്താവിന്റെ നാമത്തിൽ? വിതയ്ക്കുന്ന എത്ര പേരുണ്ട്? ഇനി ചോദ്യം, എത്ര പേര് കൊയ്യുന്നുണ്ട്? ബ്രദറെ, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ആ അക്കൗണ്ട് നമ്പർ നമ്മൾ IFSC കോഡ് അടയ്ക്കുമ്പോഴത്തേക്കാണ് അത് ഫെയിൽ ആയി പോവാ. ഞാൻ പൈസ ഇടാനായിട്ടേ IFSC കോഡ് അടിക്കുമ്പോഴത്തേക്കിന് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടാണ് ഞാനത് പൈസ ഇടാനായിട്ട് നോക്കുന്നത്. അപ്പൊ IFSC കോഡ് അടിക്കുമ്പോഴത്തേക്കിന് അത് ഫെയിൽ ആണെന്ന് കാണിക്കുന്നേ. നമുക്കത് ചെക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പ്രയർ ലൈനിലേക്ക് ബന്ധപ്പെട്ടാൽ അത് പറഞ്ഞു തരും കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞത്, വിതയെന്ന് പറഞ്ഞാൽ ഫിനാൻസ്, ഒരു നിമിഷം, വിതയെന്ന് പറഞ്ഞാൽ ഫിനാൻസ് മാത്രമല്ല, പ്രാർത്ഥന ഒരു വിതയാണ്. 2026 മാർച്ച് മാസം ഇറങ്ങാൻ പോകുന്ന പ്രാർത്ഥന പട്ടണങ്ങളെ നമ്മൾ വെറുതെ ഇരിക്കാനുള്ള, നമ്മൾ അനേകരെ വിടിവിക്കാനുള്ള, അറിയാവോ, അനേകരെ സൗഖ്യമാക്കുവാനും, അനേക ബന്ധിതരെ മോചിപ്പിക്കാനും, അനേക ഭൂതങ്ങളെ പുറത്താക്കാനും, തലമുറകളെ വിടിവിക്കാനും, രാജ്യങ്ങളിൽ പോകാനുള്ളവരാണ് നമ്മൾ. വിതയ്ക്കണം. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥന ഒരു വിതയാണ്. യേശുവിന്റെ നാമത്തിൽ വലിയ പ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കാൻ വേണ്ടി പോവാണ്. വലിയ നന്മകൾ എല്ലാ മാസവും വിതയ്ക്കുന്ന, ഞാൻ കാണുന്നുണ്ട് കമന്റ്, എല്ലാ മാസവും വിതയ്ക്കുന്നവരുണ്ട്. നന്മയിൽ നമുക്ക് ഈ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കണം. നമുക്ക് എത്തിക്കണം. വലിയ പ്രവൃത്തിയാൽ കർത്താവ്, പ്രത്യേകിച്ച് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് വീണ്ടും UK നമ്മുടെ പ്രാർത്ഥന അവിടെ നടക്കുന്നു. അതുകൂടാതെ ഈ മാസം കൊല്ലത്തും കോട്ടയത്തും പ്രാർത്ഥന നടക്കുന്നു. അതുകൂടാതെ നമ്മൾ പല പട്ടണത്തിലും അടുത്ത ഓരോ ജില്ലകളിലേക്ക് ക്രമീകരിച്ചു കൊണ്ട്, പിന്നെയും നമ്മൾ പാലക്കാട്, പിന്നെ നമ്മൾ തിരിച്ചു കണ്ണൂർ, കോട്ടയം, എറണാകുളം, ഇങ്ങനെ മാറിക്കൊണ്ട് ഓരോ പട്ടണത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. വയനാട് ഒക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവരെ, നിങ്ങൾ വിതച്ചില്ലെങ്കിൽ നടക്കത്തില്ലേ എന്ന് പലരും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വിതച്ചില്ലേ പ്രാർത്ഥന നടക്കും, പക്ഷേ വിതയം കിട്ടുന്ന അവസരം പാഴാക്കരുത്. കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ്. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്ന് കർത്താവിൽ മുന്നോട്ട് വിതയ്ക്കാൻ കഴിയുന്നവർക്കും നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. മുന്നോട്ട് കർത്താവിൻ്റെ നാമത്തിൽ പിന്നെയും വിതയ്ക്കാം. യേശുവേ നന്ദി കർത്താവേ. എല്ലാവരും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നപ്പോൾ അവരുടെ അതിരുകൾ വിസ്താരമാകട്ടെ, അവർക്ക് നന്മയുണ്ടാകട്ടെ, അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ, എല്ലാ മേഖലയിലും വർധനവുണ്ടാകട്ടെ. വായ്പ മേടിക്കത്തില്ല കേട്ടോ, വാരി വിതറി കൊടുക്കും. ഇന്ന് ഞാൻ വിതയ്ക്കുമ്പോൾ എൻ്റെ ജോലി ആയിക്കണം, ബിസിനസ് ആയിക്കണം, ഞാൻ വായ്പ മേകത്തില്ല. ഒറ്റ പൈസ പോലും കർത്താവെ കൊണ്ട് പാഴായി പോകത്തില്ല. ഒറ്റ പൈസ പോലും രോഗനിമിത്തം കളയത്തില്ല. ഒറ്റ പൈസ പോലും കർത്താവ് ഒന്നുപോലും എന്നെ നഷ്ടപ്പെട്ടു പോകത്തില്ല. കാര്യം ഞാൻ ദൈവരാജ്യത്തിൽ വിതയ്ക്കുമ്പോൾ 100 മേനി എൻ്റെ ജീവിതത്തിൽ കൊയ്യും.
ഞാൻ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്നല്ലോ. കർത്താവിൻ്റെ എല്ലാ മുകളിലും കർത്താവ് നിറയ്ക്കുന്നല്ലോ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഈ സമയം വിതയ്ക്കേണ്ട സമയമാണ്. ഈ ജനുവരി പകുതി മുതൽ, ഞാൻ ആദ്യം മുതൽ ചെയ്യാൻ വേണ്ടിയിരുന്നത്, ജനുവരി പകുതി മുതൽ നമ്മൾ ഹോളുകളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് നാട്ടിൽ, കേരളത്തിൽ ഹോളുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടൈമാണ്. അപ്പോൾ വിതയ്ക്കുന്നവർ അവിടെ വെച്ച്, ചിലരും പറയും ബ്രദറെ ഞാൻ അവിടെ വെച്ച് കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കാൻ വേണ്ടി ഇരിക്കുവാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ വിതയ്ക്കുന്നതിനേക്കാൾ നമുക്ക് ഉചിതം നേരത്തെ നിങ്ങൾ വിതയ്ക്കുവാണെങ്കിൽ നമുക്ക് ഓഡിറ്റോറിയങ്ങളായിക്കോട്ടെ, ഹോളായിക്കോട്ടെ, മുൻകൂർ അത് വിതയ്ക്കുവാനും, പ്രത്യേകിച്ച് നമുക്ക് സൗണ്ടും മറ്റു കാര്യങ്ങളുമൊക്കെ മുൻകൂർ അവർക്ക് നമ്മൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെല്ലാം നേരത്തെ നിങ്ങൾ വിതയ്ക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. അവിടെ വെച്ച് തരുന്നത് നല്ലതാണ്. അവിടെ വെച്ച് വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് മുൻകൂർ അത് കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വിതയ്ക്കുന്നത് ഉപകാരപ്പെടും കർത്താവിൻ്റെ നാമത്തിൽ. അങ്ങനെ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് അങ്ങനെ പ്ലാൻ ചെയ്ത് ബ്രദറെ നേരിട്ട് തരാൻ വേണ്ടിയിരുന്നു. അതിനേക്കാൾ ബെസ്റ്റ് മുൻകൂട്ടാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ റീച്ച് ചെയ്യാൻ പറ്റും. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പ്രവർത്തനങ്ങളെ മൂവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തവരെല്ലാം വിതയ്ക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. നന്മ കൊണ്ട് തമ്പുരാൻ നിറയ്ക്കും. വാരി ഉതരി കൊടുക്കാൻ തമ്പുരാൻ സമൃദ്ധി തരും. നിങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യമുള്ളവർ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ, ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റ് അല്ല, എടുത്തെടുത്ത് പറയണം. നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞു. ദൈവം തൊട്ട് കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നു കഴിഞ്ഞു. ഈ സമയത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു അത്ഭുതം. കർത്താവ് നിങ്ങളെ പൂർണ്ണ സൗഖ്യം ലഭിച്ചവർ സാക്ഷ്യം പറയണേ. ഇനി അല്പം മാറിയിട്ടില്ലെങ്കിൽ കൈവച്ച് പറഞ്ഞോണം, കർത്താവെ പൂർണ്ണ സൗഖ്യം എൻ്റെ അവകാശമാണ്. ഈ സമയത്ത് ആലോചന ഇടപെട്ടൊരു ശ്രദ്ധിച്ചോണം. ഒരേ ആലോചന ചിലപ്പോൾ 10 പേർക്ക് ഒരേപോലെ ഇടപെട്ടതിരിക്കും. ഒരേ വിഷയം, ഒരേ പേര്, ഒരേ അടയാളം, ഒരേ സംഭവങ്ങൾ, ഒരേ വിഷയം. അപ്പോൾ ഒരാൾ പറയുമ്പം അടുത്തടുത്ത് പറയേണ്ട കാര്യം നമുക്ക് സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് ആ വിഷയം വരുമ്പോൾ ഒരാൾ ഏറ്റെടുത്താൽ മതി. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാൽ മതി. നിങ്ങൾ ഭവനത്തിൻ്റെ അകത്ത് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യങ്ങൾ പറഞ്ഞാട്ടെ. പറഞ്ഞോ. ഹലോ, ജാനകിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ പാസ്റ്ററെ. അതെ, ഏറ്റെടുത്തു സിസ്റ്ററെ. അത് ഏറ്റെടുത്തോട്ടെ. കർത്താവ് ഇന്ന കുടുംബത്തിന്റെ അകത്ത് ആ വ്യക്തിയുടെ ഭവനത്തെ ഇന്ന വ്യക്തിയെ തൊടുവാന്ന് പറഞ്ഞു കേട്ടോ. അത് സ്വീകരിച്ചോണം. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു. എനിക്ക് നടുവേദന ഉണ്ടായിരുന്നേ. പ്രാർത്ഥിച്ച സമയത്ത് യേശുവിന്റെ അടിപ്പിന്റെ സൗഖ്യം തന്നെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് അത് മാറി. ഇപ്പൊ വേദനയില്ല. ഞാനത് ഇത്രയും നേരം ചെക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എത്ര നാള് സിസ്റ്ററെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടുവേദന വരും ബ്രദറെ. എത്ര നാള് സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? നമുക്ക് അറിയാൻ പറ്റുമോ എത്ര നാളായിട്ടുണ്ടായിരുന്നു? ഇപ്പൊ 1 വർഷത്തോളമായി ഇങ്ങനെ വരും. പിന്നെയും കുറയും. പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറയും, പിന്നെയും വരുവേ. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ പൂർണ്ണമായി മാറ്റം ഉണ്ടായി. അതിനുവേണ്ടി ഇത്രയും നേരം പ്രാർത്ഥിച്ചിട്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിയിട്ട് വന്നോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ സിസ്റ്റർ ചെക്ക് ചെയ്യുമായിരുന്നു ഇനി വരുന്നുണ്ടോന്നല്ലേ? അതെ. ഓ, ഇപ്പൊ വന്നിട്ടില്ല അത്. ഇല്ല. യേശു പൂർണ്ണ സൗഖ്യം അതിനെ പിടിച്ചു കെട്ടി കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് പറഞ്ഞു. എന്തോ കോട്ടയത്തെ പ്രയറിനെ കോണ്ടാക്ട് ചെയ്യാൻ പേര് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പേര് കൊടുക്കണ്ട. കാര്യം പേര് ഞാൻ കൊടുക്കാത്തതിന്റെ കാര്യം പറഞ്ഞാൽ ദൈവാത്മാവ് നിങ്ങൾ ആ സമയത്ത് ഇടപെട്ടാൽ പിന്നെ നമ്മൾ എഴുതി കൊടുത്തിട്ട് പറയും. എണ്ണം കൊടുത്താൽ മതി. നിങ്ങൾ എത്ര പേര് വരും. കാര്യം നമ്മൾ ഇപ്പൊ എടുത്തേക്കുന്ന ഹോൾ ഏകദേശം 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഹോളാണ്. അപ്പൊ ഈ എണ്ണം എടുക്കുന്നതിന്റെ കാരണം കണ്ണൂർ നമ്മൾ 50 പേർ എടുത്തിട്ട് 60ഓളം ആളുകൾ അടുത്ത് വന്നു. അപ്പൊ അതേപോലെ നമ്മൾ നേരത്തെ കാര്യങ്ങളെ മുൻകൂട്ടി നിങ്ങൾ പറയണം എത്ര പേര് വരുന്നുള്ളത്. ഗ്രൂപ്പിൽ നിങ്ങൾ നമ്പർ പറയണം, പേര് പറയേണ്ട, നമ്പർ ഇട്ടേക്കണം. എത്ര പേര്, 4 പേരാണെങ്കിൽ 4 പേര്. അതനുസരിച്ച് നമുക്ക് ഹോള് നമ്പർ വിളിച്ച് ചോദിച്ചാൽ മതിയോ? മതി. പ്രയറിലെ നമ്പർ വിളിച്ചു ചോദിച്ചാലും മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും തൊടുപുഴ പ്രയർ വെക്കുന്നില്ലേ? ഉണ്ട്, തൊടുപുഴ വരുന്നുണ്ട്. അടുത്ത തൊടുപുഴയില്ല കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. എനിക്ക് 2-3 ദിവസം കൊണ്ട് അങ്ങ് നടുവിന് വേദനയായിരുന്നു. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് നടുവിനെ കൈവച്ചുകൊണ്ടിരുന്ന സമയത്ത് കാലിൽ നിന്നൊരു തണുപ്പ് മേപ്പോട്ട് കയറി. ഇപ്പൊ പൂർണ്ണ സൗഖ്യം. രോഗശക്തി വിട്ടുമാറി കേട്ടോ. കുനിയാൻ വയ്യായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. കുനിയാൻ വയ്യായിരുന്നു, ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി. എന്റെ യേശുവേ, കുനിയാൻ പോലും പറ്റത്തില്ലായിരുന്നു അല്ലേ? പറ്റത്തില്ലായിരുന്നു. കർത്താവ് അങ്ങ് അത്ഭുത സഹോദരി പറഞ്ഞു കേട്ടില്ല. കുനിയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിൽ നിന്ന് ഒരു തണുപ്പ് കാലിൽ നിന്ന് കീറി വരുന്നത് കണ്ടു. ദൈവാത്മാവിന്റെ സ്പർശനമാണ്. ആ രോഗശക്തി ഇറങ്ങിപ്പോയി. ഇപ്പൊ ഒരു കുഴപ്പമില്ല അല്ലേ? ആമേൻ. യേശു
ആമേൻ. അത്ഭുതം, അത്ഭുതം. നന്ദി കർത്താവേ. മഹത്വം എല്ലാം കർത്താവിനുള്ളത്. ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു പറഞ്ഞു. ബ്രദർ പറഞ്ഞില്ലേ ജൂലൈ മാസം ജനിച്ച പെൺകുട്ടികളെ പറഞ്ഞില്ലേ കേട്ടില്ല സിസ്റ്ററെ? അരുണ് ജൂലൈ മാസം ജനിച്ച് പെൺകുട്ടികളെ മുഴ എന്നൊക്കെ പറഞ്ഞില്ലേ? അതെന്റെ അരുണ് എന്റെ ഭർത്താവാണ്. ജൂലൈ മാസം ജനിച്ച് 2 പെൺകുട്ടികളാ ഉള്ളത്. മുഴയുണ്ടോ നടങ്ങാറുണ്ടോ? കല്യാണം കഴിച്ചുകൊണ്ടേ വീട്ടിലാ ഉള്ളത് അവര്. ജൂലൈ മാസം ജനിച്ചത് മോളാണോ? അല്ല, ഭർത്താവ്. ഭർത്താവ്. ഇന്ന് യേശു അത് സ്വീകരിച്ചോട്ടെ. കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാണ് ആ കുടുംബത്തിന്റെ മേൽ. പെൺ തലമുറ എന്നല്ല പറഞ്ഞത്, അതല്ല പെൺകുട്ടികളല്ലേ? 2 പെൺകുട്ടികളാണ്. ഓ, യേശുവിന്റെ അത്ഭുതം തുടങ്ങുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആരും പറഞ്ഞു കേട്ടോ, ഞങ്ങൾ എടുത്തത്. ആമേൻ. പറഞ്ഞു പറഞ്ഞു. 2 മാസം മുമ്പ് അലക്സിന്റെ ഒരു സെക്കൻഡ് ഒരുമിച്ച് പറയല്ലേ. ഹലോ, പറഞ്ഞു. അലക്സിന്റെ തലമുറ കൊണ്ട് ഭീതി കൊണ്ടിരിക്കണു, മനസ്സ് ടെൻഷനായി മാറപ്പെടണു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദർ. അപ്പൊ ഞാനത് എന്നെ അവർ 2-3 ദിവസമായി വിളിച്ചു പറഞ്ഞു. അപ്പൊ ഒരു മോളാണ്, കുട്ടിയൊക്കെ പഠിക്കാനൊക്കെ വെച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പയ്യനായിട്ട് ലവ് ആയിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതാണ് അവര് ഭാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പെൺകുട്ടി വീട്ടിൽ സാമ്പത്തികം മൂലം ബുദ്ധിമുട്ടായിട്ട് ഒരു വീട്ടിൽ ജോലിക്ക് നിന്നു. അപ്പൊ ഈ കുട്ടി വീട്ടിലത്തെ അച്ഛന്റെയും അമ്മയുടെയും എല്ലാ വിവരവും അവിടെ പറഞ്ഞപ്പോ അവർക്കൊരു മനസ്സലിവ് തോന്നി. അപ്പൊ ദൈവം ഇടപെട്ടു. പ്രവചനത്തിൽ ബ്രദർ പറയുകയും ചെയ്തു, ദൈവം ഇടപെടുകയും ചെയ്തു. അവർക്ക് 2-3 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ട്. തൊടി, പറമ്പ്, കപ്പ, കുരുമുളക്, കാപ്പി, വാഴത്തോട്ടം, തെങ്ങും തോട്ടം എല്ലാം ഉണ്ട് അവരമ്മയ്ക്കും അച്ഛനും. പക്ഷെ അത് വിൽക്കണം, ബാങ്ക് ലോൺ എടുത്തിട്ട് അടയ്ക്കാനും പറ്റിയില്ല. അപ്പൊ ഈ കുട്ടി ജോലിക്ക് നിന്ന് അവിടുന്ന് അവര് വന്ന് സഹായിച്ച് കുട്ടിക്ക് തന്നെ 4 സെന്റ് സ്ഥലം വാങ്ങിച്ചു കൊടുത്തു. അതിലവർ വീട് കെട്ടിക്കൊടുത്തു ഈ പെൺകുട്ടിക്ക്. അതുകൊണ്ട് ഇവര് വീട്ടിലത്തെ വിഷയവും പറഞ്ഞപ്പോ അവര് ആ സ്ഥലങ്ങളൊക്കെ അവരെ ഏറ്റെടുത്ത് ബാങ്കത്തെ ലോണെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്ത് അതിൽ വരുന്ന ലാഭം മുഴുവൻ ഇവരോട് എടുത്തോളാൻ പറഞ്ഞു ബ്രദർ. കുരുമുളക് എല്ലാം ഉണ്ട്, അവർക്ക് വേണ്ടതെല്ലാം ഉണ്ട്, കംപ്ലീറ്റ്. തീർച്ചയായിട്ടും ആ കുടുംബത്തിന് മേൽ ദൈവം കൊടുത്ത വിടുതലിന് നന്ദി, സമാധാന അന്തരീക്ഷത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഇനി അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ദൈവം വലിയ കൃപ കൊണ്ട് നടത്തുമാറാകട്ടെ കേട്ടോ. പറഞ്ഞു. ബ്രദറെ, എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ബ്രദറെ. ഈ മനുഷ്യന്റെ മദ്യപാനവും സ്വസ്ഥതക്കേടും എനിക്ക് മടുത്തു ബ്രദറെ. എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സകല ദുശീലങ്ങളും ഉണ്ട്, എനിക്ക് പറ്റുന്നില്ല. എന്നോട് പുറമെ എല്ലാരോടും നല്ലതാ, പക്ഷെ വീട്ടിൽ വന്നിട്ടാകുമ്പോ എന്നോടൊരു മൃഗതുല്യമായ സമീപനാണ്. എനിക്ക് വയ്യ ബ്രദറെ, മടുത്തു ബ്രദറെ. ഞാനിനി എന്ത് ചെയ്യണ്ടെന്ന് അറിയത്തില്ല. സിസ്റ്റർ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമുക്ക് ഒരുമിച്ച് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ മേൽ എല്ലാ കലഹങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടരുന്ന സകല പിശാചിന്റെ പ്രവർത്തികളെയും ആത്മാവിൽ വെട്ടിമാറ്റുന്നു. കർത്താവ് കുടുംബത്തിന്റെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ, സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ കേട്ടോ. ഹലോ, പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞു. ഹലോ ബ്രദറെ, ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ ഒരു ഹാളിൽ നിന്ന് അടുക്കളയിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു സ്റ്റെപ്പ് താഴെയും പിന്നെ ഒരു മുറിയില് പെട്ടി ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് എന്റെ വീട്ടിലാണ്. ട്രങ്ക് പെട്ടിയാണ് റൂമിന്റെ അരികത്തിരിക്കുന്നത്. കൂടാതെ ഭിത്തി അലമാരയുണ്ട്. അപ്പൊ ജനുവരി മാസം എന്ന് പറയുന്നത് എന്റെ ഫാദറിൻലോ മരിച്ച ദിവസം 17 വർഷം മരിച്ചിട്ട് ജനുവരി 9, അത് ഇന്നാണ് മരിച്ചത്. അത് കൂടാതെ 11-ാം തീയതിയാണ് അടക്കം ചെയ്തത്. ഈ 11-ാം തീയതി എന്റെ വീട്ടിലൊരു അനർത്ഥം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്വീകരിച്ചു വസിച്ച കർത്താവിന്റെ കൃപയിൽ ആലോചന സ്വീകരിച്ചോണം. അതിന്റെ വിടുതൽ കുടുംബത്തിൽ സംഭവിക്കും കേട്ടോ. ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കും. ഗോഡ് ബ്ലസ് യു. എല്ലാവരും ഒന്ന് വീഡിയോ ഓഫ് ചെയ്ത്, എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത്.
നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ തന്നെ ദൈവപ്രവർത്തികൾ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന സമയങ്ങളിൽ ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒരു നിമിഷം ശ്വാസിച്ച് യേശുവിനത് കർത്താവ് കൽപ്പിക്കുന്നപ്പോൾ എല്ലാ ഇതിൻ്റെ അകത്ത് കിടന്ന അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളെ ഷെയർ ചെയ്യുന്ന സകല ദുഷ്ടപിശാചുക്കളെയും ആത്മാവിൽ നിന്ന് വെട്ടിവിടുന്നു. കർത്താവിൻ്റെ അത്ഭുതം ഇന്നവിടെ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്നവിടെ വെളിപ്പെടട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ, ദൈവപ്രവർത്തിക്കായിട്ട് നന്ദി, ആത്മാവിൻ്റെ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാനിപ്പോൾ തൽക്കാലം പ്രാർത്ഥന ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുവാണ്. കാരണം നമുക്ക് സമയത്തിന് മുന്നോട്ട് പോയി ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെയും കേൾക്കാം. നാളെ നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. പ്രാർത്ഥനയോടെ തന്നെ എല്ലാവരും അതിലേക്ക് വരിക. വൻ കൃപകളാൽ കർത്താവ് സഹായിക്കട്ടെ. വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് നിങ്ങളെ സഹായിക്കണം. ഒരുമിച്ച് പ്രാർത്ഥനയുടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ലൈവിൽ കാണുന്നവരെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളിലും